നമുക്കറിയാം, ഏതൊരു പ്രത്യയശാസ്ത്രവും ഏതൊരു മതവും ഏതൊരു തത്വസംഹിതയും അംഗീകരിക്കുന്ന, ഒരിക്കലും തന്നെ മാറ്റത്തിരുത്തപ്പെടാൻ പറ്റാത്ത ഒരു നഗ്ന യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. ലോകത്ത് ഒരൊറ്റ ശക്തിയും തന്നെ മരണത്തെ നിഷേധിക്കുന്നവരായിട്ടില്ല. ലോകത്ത് ഏതൊക്കെ രാജാക്കന്മാർ ലോകം അടക്കി ഭരിച്ചിരുന്നുവെങ്കിലും, അലക്സാണ്ടറെ പോലെയുള്ള ഏതൊക്കെ ധീരശക്തികൾ ഈ ലോകത്തെ അടക്കി ഭരിച്ചിരുന്നതെങ്കിലും കാലയവനക്കുള്ളിൽ അവർക്കെല്ലാം മറയേണ്ടി വന്നിട്ടുണ്ട്. മരിച്ചിടും മനുഷ്യ, മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിൽ, ഒരിക്കലും പറഞ്ഞിടാത്ത സത്യമാണിതെങ്കില്, മരിച്ചതിന്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം നയിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്കു നീ. മരിക്കുമെന്നുള്ളതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ലോകത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും നാഗരിക പുരോഗതികളും എത്രത്തോളം പടർന്ന് പന്തലിച്ചാലും, എത്രത്തോളം എന്നാൽ ദൈവിക ഗണങ്ങളെ ഞങ്ങൾ കണ്ടെത്തി എന്ന് വാദിക്കുന്ന ശാസ്ത്ര പണ്ഡിറ്റുകൾ 2012 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു ദൈവിക ഗണത്തെ കണ്ടെത്തി എന്നുള്ളത്. അഥവാ അമേരിക്കൻ ശാസ്ത്ര പണ്ഡിറ്റുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ രഹസ്യ കോഡ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ രഹസ്യ ഭാഷ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഈ രഹസ്യ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ സകലമാന പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന്, അഥവാ നിർജീവമായ വസ്തുക്കൾക്ക് ജീവൻ നൽകാനും ഇല്ലായ്മയിൽ നിന്ന് ഉള്ളൊരു വസ്തുവിനെ ഉണ്ടാക്കാനും മനുഷ്യന് സാധിക്കുമെന്ന് 2012 അമേരിക്കയുടെ ശാസ്ത്ര പണ്ഡിറ്റുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ, ലോകത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ പുരോഗമിച്ചാലും അതൊരിക്കലും തന്നെ മരണമെന്ന നഗ്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ തോറ്റുമടക്കുക തന്നെ ചെയ്യും. അതിനെ അതിജയിക്കാൻ, മരണത്തെ അതിജയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ലൗകാനത്തി ദുനിയാ തദുമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഏതെങ്കിലും ഒരു ശക്തിക്ക് അല്ലാഹു ഭൂമിയിൽ മരണമില്ലാതെ, ഭൂമി ലോകത്തെ മരണത്തിന്റെ വിളിക്ക് കീഴടങ്ങാതെ ഏതെങ്കിലും ഒരു ശക്തിയെ അല്ലാഹു ശേഷിപ്പിക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമി ലോകത്ത് ശേഷിക്കുമായിരുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മരണമാകുന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് തന്റെ ഇഷ്ടദാസനെ തന്നിലേക്ക് വിളിച്ച അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പ്രേമഭാജനമേ, പ്രേമഭാജനത്തെ കണ്ടെത്താൻ യാത്ര തിരിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, മരണമെന്ന വിളിക്ക്, മരണമെന്ന സത്യത്തിന് മുമ്പിൽ ഏതൊരു ശക്തിയും തന്നെ മുട്ടുമടക്കേണ്ടി വരും. അവിടെ ആരോഗ്യമെന്നത് പ്രശ്നമല്ല, അവിടെ സമ്പത്തെന്നത് പ്രശ്നമല്ല, അവിടെ ഒരിക്കലും അവന്റെ സൗന്ദര്യം പ്രശ്നമല്ല, ഒരിക്കലും അവന്റെ മസിൽ പവർ പ്രശ്നമല്ല, അവന്റെ സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല. ഭൂമി ലോകത്ത് അഹങ്കരിച്ച് നടന്ന ഏതൊരു മനുഷ്യനെയോ ഏതൊക്കെ ശക്തികളാണോ അള്ളാന്റെ മുമ്പിൽ മരണത്തിനെ വെല്ലുവിളിച്ചതെങ്കിൽ, നോക്ക് നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാഫിര്യങ്ങളോട് വിളിച്ചോതി കൊടുക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. മരണമാകുന്ന സത്യമിതാ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കുല്ലും സബ്ബഹും ഫീ അഹ്ലിഹി ഫൽമൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. മരണമാകുന്നത് മനുഷ്യ, നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാൽപാദത്തോളം എത്രത്തോളം അടുത്തിരിക്കുന്നുവോ, നീ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറ് നിന്നിൽ എത്രത്തോളം പറ്റിച്ചേർന്ന് കിടക്കുന്നുവോ, അതുപോലെ മരണമെന്നത് നിന്റെ കൂടെയുണ്ട്. പക്ഷെ ആ സത്യം ഉൾക്കൊള്ളാതെ, അത് ഉൾക്കൊണ്ടിട്ടും അതിനെതിരെ പിന്തിരിഞ്ഞ് നടക്കുകയാണ് മനുഷ്യൻ.
പക്ഷെ അല്ലാഹു ചോദിക്കുന്ന മനുഷ്യ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ, മക്ക കാഫിരീങ്ങളോട് മരണമാകുന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയലേശമന്യേ വിളിച്ചോദിയപ്പോ അവർ ചോദിച്ചില്ല, മുഹമ്മദ് ഞങ്ങൾ മരിക്കുകയോ മരിച്ചതിന് ശേഷം ഞങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുകയോ ഞങ്ങളെയും ഞങ്ങളുടെ മുൻഗാമികളായ പിതാക്കളെയും പുനർജീവിപ്പിക്കപ്പെടുകയോ എന്ത് വിഡ്ഢിത്തമാണ് മുഹമ്മദേ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തിരിച്ചു ചോദിക്കുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, മനുഷ്യവർഗമേ, മനുഷ്യരെ നിങ്ങളെ ഞാൻ വെറുതെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ സൃഷ്ടിപ്പ് വെറുതെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ എന്നിലേക്ക് മടക്കപ്പെടുകയും ചെയ്യില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ, എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങളെ ഞാൻ ഭൂമി ലോകത്ത് വെറുതെ സൃഷ്ടിച്ചു വെച്ചതാണെന്നും നിങ്ങൾ ഒരിക്കലും തന്നെ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്നാൽ ആ വിചാരം നിങ്ങൾക്ക് തെറ്റി. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അങ്ങനെ വിചാരിക്കേണ്ട മനുഷ്യവർഗമേ, ആരോഗ്യമുള്ളവനെ, രോഗം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവനെ, മസിൽ പവർ ഉള്ളവനെ, ലോകർക്കിടയിൽ സ്ഥാനമാനങ്ങൾ അധികരിച്ചവനെ, നീ ആര് തന്നെ ആയാലും, എത്ര തന്നെ സമ്പത്തിന്റെ പറുദീസയിൽ വിരാജിക്കുന്നവനായാലും, ആരോഗ്യം കൊണ്ട് നീ അഹങ്കരിക്കുന്നവനായാലും, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അള്ളാഹുവിനെ മരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് സംശയിച്ചവരോട്, അള്ളാഹുവിന് അങ്ങനെ പുനർജന്മത്തിനും മരിപ്പിക്കാനും സാധിക്കുമോ എന്ന് ചോദിച്ചവരോട് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, സഹോദരാ, ഇത് ധാർമ്മിയുടെ വാക്കുകളല്ല, അള്ളാന്റെ പരിശുദ്ധ ഖുർആനാ ചോദിക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യവർഗമേ, മനുഷ്യനെ നിന്നെ ഞാൻ വെറുതെ അങ്ങ് ഉപേക്ഷിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? നീ അങ്ങനെ ഒരുപാട് കാലം ജീവിച്ചു, സുഖലോലുപനായി, കുടിച്ച് മതിച്ച് താന്തോന്നിയായി, സുഖത്തിന്റെ പറുദീസയിൽ എല്ലാം മറന്നുകൊണ്ട് ജീവിച്ചവനെ, നിന്നെ ഞാൻ വെറുതെ അങ്ങ് വിടുമെന്ന് നീ ചിന്തിക്കുന്നുവോ? നിന്നെ ഒരിക്കലും ഞാൻ മരിപ്പിക്കില്ല എന്ന്, നീ മരിച്ചാൽ തന്നെ രണ്ടാമത് നിന്നെ പുനർജീവിപ്പിക്കപ്പെടുകയില്ല എന്ന് നീ വിചാരിക്കുന്നുവോ മനുഷ്യ? എന്നാൽ നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാ സഹോദര, സംശയിക്കേണ്ടതില്ല, സംശയത്തിന് വകയുമില്ല. അള്ളാഹു ചോദിക്കുകയാ, നിനക്ക് സംശയമുണ്ടോ നിന്നെ ഞാൻ മരിപ്പിക്കുകയും പിന്നീട് പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് നിനക്ക് സംശയമുണ്ടോ? അള്ളാഹു ചോദിക്കുന്നു, അലം യകുനു തുഫതം മനിയും ഇടോ മനുഷ്യരെ, നീ സ്ഖലിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലയോ? നീ നിന്റെ പിതാവിന്റെ സുൽബിൽ നിന്ന് സ്ഖലിച്ചു കൊണ്ടിരിക്കുന്ന ബീജത്തുള്ളിയായിരുന്നില്ലയോ? സുമ്മകാന അലഖ, പിന്നെ ഞാൻ നിന്നൊരു മാംസപിണ്ഡമാക്കി മാറ്റിയില്ലയോ? ബീജത്തുള്ളിയായ നീ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ചെന്നപ്പോ നീ ആദ്യം രക്തക്കട്ടയായി, പിന്നീട് നിന്നെ ഞാൻ മാംസകഷ്ണമാക്കി, പിന്നെയോ ഫഖലഖ ഫസവ്വാ, പിന്നീടോ നിനക്ക് ഞാൻ മനുഷ്യരൂപം തന്നു. കേവലം ഒരു രക്തത്തുള്ളിയായിരുന്ന നീ, ബീജത്തുള്ളിയായിരുന്ന നീ 10 മാസം നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോ ഫഖലഖ ഫസവ്വാ, നിന്നെ ഞാനൊരു യഥാർത്ഥ മനുഷ്യരൂപത്തിൽ അങ്ങ് സൃഷ്ടിച്ചില്ലേ? അങ്ങനെ സൃഷ്ടിക്കുക മാത്രമോ, നിന്നിൽ നിന്ന് പിന്നെയും ഞാൻ സന്താന പരമ്പരകളെ ഉടലെടുപ്പിച്ചില്ലേ? ഫജഅല മിൻഹു സൗജൈനി അൽദകറ വൽ ഉൻസാ, എടോ നിന്നിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന ഇണകളെ
ഞാൻ സൃഷ്ടിച്ചില്ലേ? അള്ളാഹു ചോദിക്കുകയാ, നിന്നിൽ നിന്ന് ഞാൻ ആണും പെണ്ണുമാകുന്ന ഇണകളെ സൃഷ്ടിച്ചില്ലേ? ഈ ബീജത്തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് നിന്നിൽ നിന്ന് പിന്നെ ആണും പെണ്ണുമാകുന്ന ഇണകളെ സൃഷ്ടിച്ച റബ്ബിന് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യൽ മൗതാ, ആ അള്ളാഹുവിനെ ഈ ബീജത്തുള്ളിയിൽ നിന്നെ സംവിധാനിച്ചു വെച്ച തമ്പുരാനാ, നീയും നിന്നെ മരിപ്പിക്കാനും നീ മരിച്ചതിന് ശേഷം നിന്നെ പുനർജീവിപ്പിക്കാനോ കഴിയില്ല എന്ന് നീ വിചാരിക്കുന്നുവോ? എന്നാൽ എന്റെ വിചാരം മൂഢത്തരമാണ്, എന്റെ വിചാരം തെറ്റാണ്, നീ ചിന്തിച്ചതോ തെറ്റാണ്. അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. അപ്പം മരണം സംഭവിക്കും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. അതേത് നിലക്കാണെങ്കിലും എത്രത്തോളം അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നില്ലടോ, നീ അങ്ങേയറ്റം ശക്തിയാർജിച്ച ഒരു കൊട്ടാരത്തിനുള്ളിലാണെങ്കിൽ പോലും നിന്നെ മരണം പിടികൂടുക തന്നെ ചെയ്യും. അള്ളാന്റെ പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, അള്ളാന്റെ പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്. അല്ലാഹു തആല പറയുന്നു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. അല്ലാഹു ചോദിക്കുക, അള്ളാന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യം, നിങ്ങൾ അങ്ങേയറ്റം ശക്തിയാർജിച്ച അങ്ങേയറ്റം ശക്തവത്തായ ഒരു കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും അങ്ങേയറ്റം ശക്തി ആർജിച്ച ഒരു കോട്ടക്കുള്ളിലാണ് നീ എങ്കിൽ പോലും, നീ എവിടെയായിരുന്നാലും മനുഷ്യനെ നിന്നെ മരണം പിടികൂടുക തന്നെ ചെയ്യും. അള്ളാന്റെ പരിശുദ്ധ ഖുർആനാ പറയുന്നത്. അപ്പം മരണം പിടികൂടുമെന്നുള്ളതിൽ, മരണം എത്തും എന്നുള്ളതിൽ ഒരാൾക്കും സംശയമില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മരണത്തെ സ്വീകരിക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായി നിൽക്കണം. ആ മരണത്തെ സ്വീകരിക്കാൻ ഏത് സമയത്തും മനുഷ്യനെ മരണം പിടികൂടുമെന്ന ബോധത്തോടെ നീ ഇരിക്കണം. ഞാൻ നേരത്തെ പാടിവെച്ച ബൈത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാഠമായിരുന്നു. കുല്ലും റിഇം മുസബ്ബഹും ഫീ അഹ്ലിഹി ഫൽമൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഏതൊരു മനുഷ്യനും അവന്റെ കുടുംബത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഏതൊരു നിമിഷവും പക്ഷെ ആ മനുഷ്യൻ മറന്നു കളയുന്നു. ഫൽമൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. മരണം അവന്റെ ചെരുപ്പിന്റെ വാർ അവന്റെ കാൽപാദത്തോട് ഒട്ടിച്ചേർന്നത് പോലെ മരണം അവന്റെ കൂടെയുണ്ടെന്നവൻ മറന്നു കളയുന്നു. സഹോദരങ്ങളെ, മഹാനായ ഹൻളലാ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഓടിക്കൊണ്ട് പറയുകയാ, നാഫഖ ഹൻളലാ, നാഫഖ ഹൻളലാ. ഹൻളലാ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാ, ഹൻളല മുനാഫിഖായി, ഹൻളല മുനാഫിഖായി, ഹൻളല മുനാഫിഖായി. ഇത് കേട്ട സമയത്ത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ ഹൻളല, എന്താ നീ പറയുന്നത് ഹൻളല? ഹൻളല മുനാഫിഖായി എന്നോ? എന്താ നീ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഹൻളല റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ചെന്നപ്പോഴും ഹൻളല റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹൻളല മുനാഫിഖായി നബിയേ, ഹൻളല മുനാഫിഖായി നബിയേ. ഇതങ്ങ് കേട്ട സമയത്ത് ഹൻളല റളിയല്ലാഹു അൻഹുവിന്റെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തായ ആരംഭപ്പൂവായ മാണിക്കക്കല്ലായ റസൂലുള്ളാഹി. അത് ശരി, നിങ്ങൾ കഥ കേട്ടിരിക്കുകയാണല്ലേ, എന്താ സ്വലാത്ത് അല്ലാത്ത? തഹാ റസൂലുള്ളാഹി. ഇത്രയും വലിയൊരു സദസ്സുണ്ടായിട്ട് ഇത്ര ശബ്ദമുള്ളൂ പോരാ, ഇത്രയൊന്നും ശബ്ദം പോരാ, ഉറക്ക സ്വലാത്തല്ലണം, ഉറങ്ങാൻ പാടില്ല ഇടയ്ക്ക് വെച്ചിട്ട്. തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുന്നുണ്ടോ?
ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? എന്താണ് മിണ്ടാത്ത്? ഇല്ല. ഉറങ്ങിക്കൊണ്ട് വയല് കേട്ടാൽ എന്താ കുഴപ്പമെന്നറിയോ? ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി നീക്കുമ്പോൾ പകുതി കേൾക്കും, പിന്നെയും വീണ്ടും ഉറങ്ങും, കുറച്ച് കഴിഞ്ഞിട്ട് ഞെട്ടി നീക്കുമ്പോൾ വീണ്ടും പകുതി കേൾക്കും. പണ്ടൊരു ഉമ്മാമ വയലിന് പോയി ചെന്നിരുന്ന പാടെ ഉറക്കം തുടങ്ങിയിട്ട് ഉസ്താദ് പറയുന്നു, ഉമ്മാമ അങ്ങനെ ഉറക്കുന്ന ഞെട്ടി നീറ്റപ്പോൾ ഉമ്മാമ കേട്ട് ആദരവായ. ഉമ്മാമ വീണ്ടും ഉറക്കത്തിലായി. വീണ്ടും ഞെട്ടി നീറ്റപ്പോൾ കേട്ടു ആദരവായ. ഇങ്ങനെ 3-4 ആദരവായന്റെ പേര് കേട്ടു ഉമ്മാമ. അങ്ങനെ ഉസ്താദ് വയല് നിർത്തുമ്പോൾ ഉമ്മാമ കണ്ണും തിരുമ്മി ഉറക്കുന്നൊക്കെ നീറ്റിങ്ങനെ ഇരുന്നപ്പോൾ ഉസ്താദ് പറയുന്നു, ഇതെങ്ങാനും ആരെങ്കിലും കൃഷി ചെയ്താൽ അവന്റെ ആഖിറം രക്ഷപ്പെട്ടു. ഉമ്മാമാക്ക് പാകം മൊത്തം ടോട്ടൽ എന്താ തിരിഞ്ഞത്? ആദരവായ ആരെങ്കിലും കൃഷി ചെയ്താൽ അവന്റെ ആഖിറം രക്ഷപ്പെട്ടു. ഉമ്മാമ പിറ്റേന്ന് രാവിലെ ചില്ലറ പൈസയും പിടിച്ചിട്ട് കണ്ട കടയിൽ കൂടെ ഒക്കെ ചെന്ന് ചോദിക്കാൻ തുടങ്ങി, മോനെ ആദരവായന്റെ കുട്ടി ഇട്ടോടാ, അവിടെ ആദരവായന്റെ വിത്ത് ഇട്ടോ. എന്തിനാ ഉമ്മാമ ആദരവായന്റെ വിത്ത്? ഇന്നലെ ഉസ്താദ് വയലെന്ന് പറയുന്നു കേട്ടു, അത് ആരെങ്കിലും കൃഷി ചെയ്താൽ അവൻ്റെ ആഖിറം രക്ഷപ്പെട്ടു. എന്നാൽ പിന്നെ നിസ്കരിക്കാൻ നോമ്പെടുക്കാൻ ഇടങ്ങേറൊന്നും പലായിന് നിൽക്കണ്ടല്ലോ, ആദരവായ കൃഷി ഇതുകൊണ്ട് നടന്നാൽ മതിയല്ലോ. അവിടെ ഇവിടെയും കേട്ടാൽ പിന്നെ ഉമ്മാമ വയല് കേട്ട പോലെയാവും. അതുകൊണ്ട് ഉറങ്ങരുത് ആരും, ഉണർന്നിരിക്കണം. പറയുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ചെറിയൊരു മന്ദപ്പൊക്കെ തോന്നും കേട്ടോ, ഭാഷ തിരിയാലോ അല്ലേ. ഞാനിപ്പോൾ ഒരു മാസമായിട്ടല്ലേ ഉള്ളൂ ഇവിടെ വന്നിട്ട് അല്ലേ. നിങ്ങളെ കുൽക്കല്ലൂർ ഭാഗത്ത് വന്ന് പോയിട്ട് 1 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഷ തിരിയാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നോട്ടീസിൽ തളിപ്പറമ്പ് എന്ന് കേട്ടപ്പോൾ കരുതണം, ഇയാളെ ഭാഷയ്ക്ക് മറ്റേ ഏതോ ഭാഷയായിരിക്കും. ഞാനിവിടെ തൊട്ടടുത്തുള്ള പ്രദേശക്കാരനാണ്. നിങ്ങളെ തൊട്ടടുത്തുള്ള കാപ്പ് എന്ന പ്രദേശത്തുള്ള ആളാണ്. അതുകൊണ്ട് ഭാഷ തിരിയൊന്നും വേണ്ട. ഞാൻ എവിടെ ചെന്നാലും പറയുന്ന പോലെ ഇജാത്തുവിൻ്റെ പജ്ജിൻ്റെ നെജ്ജുകൊണ്ട് കജ്ജ മൊജ്ജിന ആൾക്കാരാ. അതുകൊണ്ട് ഭാഷ തിരിയാത്ത പ്രശ്നമൊന്നും വേണ്ട. ഉറങ്ങോ എന്നൊരു സ്വലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദല റളിയല്ലാഹു അൻഹുവിനെ തോളിലൂടെ കൈയിട്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഹംദല, എന്താണ് മുനാഫിഖായി എന്ന് പറയാനുള്ള കാരണം? ഹംദല മുനാഫിഖായി എന്ന് പറയാനുള്ള കാരണം എന്ത് ഹംദല? ആ സമയത്ത് ഹംദല റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് നരകത്തെക്കുറിച്ച് പറയുമ്പോ ഞങ്ങൾ വല്ലാതെ നരകത്തെക്കുറിച്ച് ഭയപ്പെട്ടു പോകും നബിയേ. അങ്ങ് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ ഞങ്ങൾ വല്ലാതെ സ്വർഗത്തെ കൊതിച്ചു പോകും യാ റസൂലല്ലാഹ്. അങ്ങ് മരണത്തെക്കുറിച്ച് പറയുമ്പോ ഞങ്ങൾ മരണത്തിന്റെ വേവലാതിയിലെല്ലാം മറന്നു പോകും നബിയേ. പക്ഷേ ഞങ്ങളെ കുടുംബത്തിലേക്ക് അങ്ങ് മടങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ ഭാര്യമാരും ഒത്തുകൊണ്ട് ഞങ്ങളെ മക്കളോടൊത്ത് ഞങ്ങളെ കൂട്ടുകുടുംബത്തോടൊത്ത് കഴിയുന്ന സമയത്ത് ഞങ്ങളെ മരണത്തെ മറക്കുന്നു നബിയേ, നരകത്തെ മറക്കുന്നു നബിയേ, സ്വർഗത്തോടുള്ള ആഗ്രഹം ഞങ്ങൾക്ക് അസ്തമിച്ചു പോകുന്നു നബിയേ. അതുകൊണ്ടാണ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദല മുനാഫിഖായി എന്ന് പറഞ്ഞത്. അഥവാ സഹോദരങ്ങളെ സദാ സമയവും മരണത്തെ ഓർത്തിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അക്സിറൂ ദിക്ര ഹാദിമിൽ ലദാത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന, ദുന്യവിയായ ജീവിതത്തിലുള്ള സർവ്വരസങ്ങളെയും മുറിച്ചു കളയുന്ന, സർവ്വ ആഡംബരത്തെ മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കൽ അധികരിപ്പിക്കണേ. മരണത്തെക്കുറിച്ച് നിങ്ങൾ സദാസമയവും ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് നോക്ക് സഹോദരങ്ങളെ, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, സർവരസങ്ങളെയും മുറിച്ച് കളയുന്ന, തന്റെ അരുമ മക്കളെ യതീമാക്കി മാറ്റുന്ന, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിധവയാക്കുന്ന, മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തുന്ന, ആ മരണത്തിന്റെ എല്ലാ രുചികളും മുറിച്ചു കളയുന്ന, ദുനിയാവിനോടുള്ള സർവ്വ അലാഖത്തും മുറിച്ചു കളയുന്ന, ദുനിയാവിനോടുള്ള സർവ്വ ബന്ധങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾ
അധികരിപ്പിക്കണേ. മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ നാം ഒന്ന് ചിന്തിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു അടിമയെ ജോലിക്ക് നിർത്തുകയാണ്, ഒരു അടിമയെ വേലക്ക് നിർത്തുകയാണ്. അടിമയുടെ ജോലി എന്തെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട തൻ്റെ വേലക്കാരനോട്, അടിമയോട് പറയുന്നു, ഒരു ദിവസം എത്ര തവണയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിലും ഉമറിനെ നീ ഒരു ദിവസം എത്ര തവണ കണ്ടുമുട്ടിയാലും നീ പറയണോ, ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും. അത് രാവിലെയും വൈകുന്നേരവും ഒരു ദിവസം എത്ര തവണ നീ എന്നെ കണ്ടുമുട്ടിയാലും ഇത് നീ എന്നോട് വിളിച്ചു പറയണം, ഉമറേ നീ മരിക്കുമെന്ന സത്യം, ഉമറേ നീ മരിക്കുമെന്ന സത്യം എന്നോട് നീ വിളിച്ചു പറയണം. ഇതിന് വേണ്ടി ഒരു അടിമയാണ്ട് ഏർപ്പെടുത്തി, ഒരു അടിമയെ വേലയ്ക്ക് വേണ്ടി അങ്ങ് നിർത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നരബാധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ നരബാധിക്കാൻ തുടങ്ങി, കയ്യിലുള്ള രോമങ്ങളിൽ നരബാധിക്കാൻ തുടങ്ങി. ആ സമയത്ത് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇനി നീ ജോലി അവസാനിപ്പിച്ചു കൊള്ളുക, ഇനി നീ ജോലി അവസാനിപ്പിച്ചു കൊള്ളുക, ഇനി നീ ജോലി അവസാനിപ്പിച്ചു കൊള്ളുക. ഇനി ഉമറേ നീ മരിക്കുമെന്ന സത്യം എൻ്റെ ശരീരത്തിൽ വെള്ള ബാധിച്ചിരിക്കുന്ന രോമങ്ങൾ വിളിച്ചു പറയും. ഇനി ഉമർ മരിക്കുമെന്ന സത്യം എൻ്റെ വെളുവെളുത്ത നരബാധിച്ച രോമങ്ങൾ വിളിച്ചു പറയുമെന്ന്. അഥവാ സഹോദരങ്ങളെ രണ്ട് പാഠമാണ് ഇതിലുള്ളത്. ഒന്ന്, മരണത്തെക്കുറിച്ച് സദാസമയം ഓർത്തിരിക്കുക എന്നുള്ളത് അതൊരു മുസൽമാന്റെ ബാധ്യതയാണ്, അതൊരു മുഅ്മിനിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. രണ്ട്, മരണമാകുന്ന സത്യത്തെ നിന്നോട് വിളിച്ചോടുവാൻ മനുഷ്യനെ നിന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ നിറച്ചു കഴിഞ്ഞാൽ, നിന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ നിറച്ചു കഴിഞ്ഞാൽ ആ രോമങ്ങൾ മനുഷ്യ നിന്നോട് വിളിച്ചു പറയുമത്രേ. ഇത് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ നരബാധിച്ച രോമങ്ങൾ വിളിച്ചു പറയുമത്രേ മനുഷ്യനോട്, ഓരോ ദിവസവും വിളിച്ചു പറയും, നീ മരിക്കാൻ അടുത്തിരിക്കുന്നു, നീ മരിക്കാൻ അടുത്തിരിക്കുന്നു. അപ്പോ നരബാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് മരണത്തിന്റെ അടുത്തെത്തി എന്നുള്ളത്. എന്നാൽ നരബാധിക്കാത്ത ആളുകൾ മരിക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ടാത്ത് നരബാധിക്കാത്ത ആളുകൾ മരിക്കുന്നില്ലേ? പിഞ്ചുമക്കൾ മരിക്കുന്നില്ലേ? എട്ടും പൊട്ടും തിരിയാത്ത ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്നിട്ട് ഭൂമി മാതാവിനെ ദിവസങ്ങൾ മാത്രം കണ്ട് പരിചയമുള്ള പൊന്നു കുഞ്ഞ് നിമിഷങ്ങളെ കൊണ്ട് കണ്ണടക്കുന്നില്ലേ? അത് അള്ളാഹുവിന്റെ കളയാണ്, അള്ളാഹുവിന്റെ കളയാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരവസരത്തിൽ അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം അസ്രായീലിനോട് പറഞ്ഞു, അസ്രായീലേ, എന്റെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറിയിക്കണം, എന്റെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ആ വിവരം എനിക്കൊന്ന് തരണോ, അതല്ലാതെ എന്റെ റൂഹ് പിടിക്കാൻ പാടില്ല. ഈ വിഷയം അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണം, എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാം, ഒരിക്കലും തന്നെ ചിരിച്ചിട്ടില്ലാത്ത അസ്രായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ, എന്റെ പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് വിവരമൊന്നു കൊടുക്കണമെന്ന്, മരണത്തിന്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് നിന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യണം അല്ലാ? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, അസ്രായീലേ,
യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ചെന്നിട്ട് നീ പറയണം, മരിക്കുന്ന ഡേറ്റ് ഒരിക്കലും തന്നെ അറിയിച്ചു തരാൻ നിർവാഹമില്ല, അത് അല്ലാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാ, അതൊരാൾക്കും അറിയിച്ചു തരാൻ നിർവാഹമില്ല. പക്ഷെ മൂന്ന് ദൂതനെ മുന്നറിയിപ്പുകാരനെ അയച്ചിട്ടല്ലാതെ യാക്കൂബ് നബിയെ അങ്ങയുടെ റൂഹ് അല്ലാഹു പിടിക്കുകയില്ല എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോടൊന്ന് ചെന്ന് പറയണേ. അസ്രായീൽ അലൈഹിസ്സലാം ചെന്നുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, 3 ദൂതന്മാരെ അയച്ചിട്ടല്ലാതെ, 3 ദൂതന്മാരെ അങ്ങയുടെ മരണത്തിന് മുമ്പ് അല്ലാഹു പറഞ്ഞയച്ചിട്ടല്ലാതെ അങ്ങയുടെ റൂഹ് പിടിക്കുകയില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സന്തോഷമായി. 3 ദൂതന്മാർ വരുമല്ലോ, അതിനുശേഷമല്ലേ തന്റെ റൂഹിനെ പിടിക്കുകയുള്ളൂ. കാലം കഴിഞ്ഞു പോയി, കാലം അല്പം കഴിഞ്ഞു പോയി. രണ്ടാമതും അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ അസ്രായീൽ, എന്തിനാ വന്നത്? അസ്രായീലേ, എന്തിനാ നീ വന്നത്? ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, ഇന്ന് വരെ ഒരു മനുഷ്യനോ എന്തിനാ അസ്രായീലേ വന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല നബിയേ. ഒരു മനുഷ്യനും ഇന്ന് വരെ എന്നോട് എന്തിനാ വന്നതെന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ആരെയെങ്കിലും തേടി വന്നാൽ അത് അവന്റെ റൂഹ് പിടിക്കാനായിരിക്കും, അവന്റെ ആത്മാവ് കൈപ്പറ്റാനായിരിക്കും ഞാൻ ആരെയെങ്കിലും തേടി വരിക എന്നുള്ളത് അങ്ങേക്കറിയില്ല പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, 3 മുന്നറിയിപ്പുകാരെ, 3 ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടല്ലാതെ എന്റെ റൂഹിനെ പിടിക്കൂല എന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ. വാക്ക് ലംഘിക്കാൻ പാടുണ്ടോ? വാക്ക് ചെയ്തത് മാറ്റാൻ പറ്റുമോ? ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നത് കേൾക്കണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആ ദൂതന്മാരിൽ നിന്ന് പലരും വന്നവരാ. ആ ദൂതന്മാർ നമ്മോട് കൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാ. ഏതൊക്കെയാണ് ആ ദൂതന്മാരെന്നറിയുമോ? അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ നബി അല്ലാഹ്, ആ 3 ദൂതന്മാരെ ഞാൻ അയക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ആ 3 ദൂതന്മാരെ ഞാൻ പറഞ്ഞയക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഏതാണ് അസ്രായീൽ ആ 3 ദൂതന്മാർ? അവർ എൻ്റെ അടുക്കൽ വന്നിട്ടില്ലല്ലോ, അവർ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടില്ലല്ലോ. ആ സമയത്ത് അതാ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ നബി അല്ലാഹ്, ബയാലു ശഅരിക, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ മുടി എത്രത്തോളം കറുകറുത്തതായിരുന്നു, അങ്ങയുടെ താടി രോമങ്ങൾ, അങ്ങയുടെ തലമുടി, അങ്ങയുടെ ശരീരത്തിൽ അല്ലാഹു സംവിധാനിച്ച രോമങ്ങൾ മുഴുവനും കറുകറുത്തതായിരുന്നില്ലേ? അങ്ങയുടെ ശരീരത്തിലുള്ള ഏതേത് രോമങ്ങളും അത് കറുകറുത്ത രോമമായിരുന്നില്ലേ? ഇപ്പോഴൊന്ന് നോക്കൂ നബിയേ, അത് മുഴുവനും നരബാധിച്ചില്ലേ? അത് മുഴുവനും വെളുത്തു പോയില്ലേ? മരണത്തിന്റെ 1ാമത്തെ ദൂതനാണത്. അത് മരണത്തിന്റെ 1ാമത്തെ ദൂതനാ. സഹോദരങ്ങളെ, ശരീരത്തിലുള്ള കറുത്ത രോമങ്ങൾ നിറച്ചു കഴിഞ്ഞാൽ മരണമാകുന്ന സത്യം എന്നെ മാടി വിളിച്ചപ്പോൾ കാമുകിയായി ഞാൻ ഇന്നീലലിയുന്നു. ആ മരണമാകുന്ന സത്യം നിന്നെ മാടി വിളിച്ചു എന്നുള്ളതിന്റെ 1ാമത്തെ തെളിവാണ്, 1ാമത്തെ ദൂതനാണ് ആ നിന്റെ ശരീരത്തിലെ കറുകറുത്ത രോമങ്ങൾ വെളുത്തു പോവുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂലായ, അല്ലാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ സമ്മതിച്ചു. 2ാമത്തെ ദൂതനെവിടെ? 2ാമത്തെ ദൂതനെവിടെ? ആ സമയത്ത് അതാ ഇസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ നബി അല്ലാഹ്, അങ്ങയുടെ രോഗം, അങ്ങയുടെ ശരീരത്തിന് രോഗം ബാധിച്ചില്ലേ? അങ്ങ് ഇതിന് മുമ്പ് ആരോഗ്യ ദൃഢഗാത്രനായിരുന്നില്ലേ? എന്തും ഏതും ഏത് സമയത്തും എങ്ങനെയും ചെയ്യാനുള്ള തന്റെ ഇടം അങ്ങേക്കുണ്ടായിരുന്നില്ലേ? എത്ര ദൂരം നടക്കാനും എത്ര സ്പീഡിൽ ഓടാനും എങ്ങനെ വേണമെങ്കിൽ ഏതൊക്കെ തൊഴിൽ ചെയ്യാനും അങ്ങയുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ? അങ്ങയുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ? അതിന്ന് അസ്തമിച്ചു പോയില്ലേ? അങ്ങ് രോഗിയായി മാറിയില്ലേ പ്രവാചകരെ? അങ്ങ് രോഗിയായി മാറിയില്ലേ? അത് തന്നെയാണ് 2ാമത്തെ ദൂതന്
അല്ലാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അതും സമ്മതിച്ചിരിക്കുന്നു. അസ്രായീൽ അലൈഹിസ്സലാം മൂന്നാമത്തെ ദൂതനാരാ? ആ സമയത്തതാ അള്ളാന്റെ കൽപ്പന പ്രകാരം അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ, അങ്ങയുടെ ശരീരം കുനിഞ്ഞു പോവുക. അങ്ങ് കുറച്ചു മുന്നേ നല്ല മിടുക്ക് നടക്കുന്ന ആളായിരുന്നില്ലേ? ശരീരത്തിന് വളവുണ്ടായിരുന്നില്ലല്ലോ, കാൽമുട്ടുകൾക്ക് നിവർത്താനും മടക്കാനും പ്രയാസമില്ലായിരുന്നല്ലോ, അങ്ങയുടെ നെഞ്ചിൽ കൂന് ബാധിച്ചില്ലായിരുന്നല്ലോ. ഇന്നങ്ങൊന്ന് കുനിഞ്ഞു പോയില്ലേ? അങ്ങയുടെ ശരീരത്തിലെ കണുപ്പുകൾ മടക്കാനും നിവർത്താനും പ്രയാസമായില്ലേ? ഇത് മൂന്നും മരണത്തിന്റെ ദൂതനാ, മരണത്തിന്റെ മുന്നറിയിപ്പുകാരനാ, മരണത്തിന്റെ താക്കീതുകാരനാണെന്ന് അസ്രായീൽ അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട രവത്ര പ്രദേശത്ത് ഈ മദ്രസക്ക് മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എത്ര രോമങ്ങൾ നമുക്ക് നരച്ചുപോയി, എത്ര രോഗങ്ങൾ നമ്മളിലൂടെ കടന്നുപോയി, എത്ര ആരോഗ്യം നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോയി. നമ്മുടെ ശരീരത്തിൽ 365ഓളം കണുപ്പുകൾ അല്ലാഹു സംവിധാനിച്ചു വെച്ചെങ്കിൽ ഓരോ കണുപ്പും മടക്കാനും നിവർത്താനും നാം പ്രയാസപ്പെടുന്നില്ലേ? ഓരോരോ കണുപ്പും മടക്കാനും നിവർത്താനും നാം പ്രയാസപ്പെടുന്നില്ലേ? എന്നിട്ടും എന്തേ നാം മരണത്തെ മറന്നു പോകുന്നു? എന്നിട്ടും എന്തേ നാം മരണത്തിന്റെ രുചിയെ മറന്നു പോകുന്നു? എന്നിട്ടും എന്തേ നാം മരണമാകുന്ന സത്യത്തെ നാം മറന്നു പോകുന്നു? ഒരൊറ്റ ഓഫർ ഞാനൊന്ന് പറയട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, യുദ്ധഭൂമിയിൽ അടരാടാതെ, യുദ്ധക്കളത്തിലേക്ക് പോവാതെ, ശത്രുവിന്റെ കൈ കൊണ്ട് മരണപ്പെടാതെ ആർക്കെങ്കിലും ശുഹദാഇന്റെ കൂലി ലഭിക്കുമോ നബിയേ? ശുഹദാഇന്റെ ദർജയിൽ എത്തിപ്പെടാൻ സാധിക്കുമോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സഹോദരങ്ങളെ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, ശുഹദാഇന്റെ ദർജയിൽ എത്തിപ്പെടാൻ പറ്റുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഒരു ദിവസം 20 പ്രാവശ്യം നീ മരണത്തെക്കുറിച്ച് ഓർത്താൽ, ഒരു ദിവസം നീ 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർത്താൽ, ആയിഷ, നിനക്ക് ശുഹദാഇന്റെ ദർജയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കോ? ഒരു ദിവസം 20 പ്രാവശ്യം നീ ഞാൻ മരിക്കും, അല്ലാഹുവേ മരണമെന്ന് പിടികൂടുമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, അല്ലാഹുവേ എന്ന് 20 പ്രാവശ്യം നീ ചിന്തിച്ചാൽ നിനക്ക് ശുഹദാഇന്റെ ദർജയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്, നിനക്ക് ശുഹദാഇന്റെ പദവി ലഭിക്കുമെന്ന് സാദിഖുൽ മസ്തൂഖ് അൽ അമീൻ എന്ന് ലോകമാരെയാണോ പേര് ചൊല്ലി വിളിച്ചത്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അത് വല്ലാത്തൊരു ഓഫറാ, അത് അള്ളാഹു തരുന്ന വല്ലാത്തൊരു ഓഫറാ. ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിച്ചോ? എന്നാൽ അവന് ശുഹദാഇന്റെ ദർജയിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് الموت في كل حين ينشر الكفنا ونحن في غفلة عما يداوينا لا تطمئن إلى الدنيا وبهجتها وإن تبشرت من أثوابها الحسنا
നോക്ക്, നിങ്ങൾ മഹാന്മാരായ കവികൾ പാടുന്നത് നോക്ക്. അൽ മൗതു ഫീ കുല്ലിഹി ഇൻഷുറുൽ കഫന. മനുഷ്യ, മരണമാകുന്ന സത്യം നിന്റെ മുമ്പിൽ ഇതാ എല്ലാ സമയത്തും കഫംപുട വിരിച്ചു വെച്ചിരിക്കുന്നു. നിനക്കുള്ള കഫംപുട വിരിച്ചു വെച്ചിരിക്കുന്നു. നോക്ക്, നിങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കുണ്ടോ, ഇഖാമത്തുണ്ടോ? മയ്യത്ത് നിസ്കാരമാകുന്ന നിസ്കാരത്തിന് ബാങ്കില്ലല്ലോ, ഇഖാമത്തില്ലല്ലോ. എന്നാൽ അത് ഫർള് കിഫയായ നിസ്കാരമല്ലേ? ഫർളായ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. എന്തുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നില്ല? സഹോദരങ്ങളെ, ചിന്തിച്ചോ. നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ചു വീണ ഓ നിമിഷത്തിലടോ നിന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞു. അള്ളാന്റെ പരിശുദ്ധ ദീനിൽ സുന്നത്തായ കാര്യമല്ലേ? ഒരു പെണ്ണങ്ങ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വലത് ചെവിയിലെ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണല്ലോ. ഇത് ഏത് നിസ്കാരത്തിനുള്ള ബാങ്ക് എന്നറിയുമോ? ഏത് നിസ്കാരത്തിനുള്ള ഇഖാമത്ത് എന്നറിയുമോ? അള്ളാന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ഓ പൊന്നുമോനെ, അവനോട് വിളിച്ച് പറയുകയാ, എടാ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞു. ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇമാം മിഹ്റാബിലേക്ക് കയറി നിന്ന് നിസ്കരിക്കേണ്ട സമയമേ ഇനി ശേഷിക്കുന്നുള്ളൂ. അഥവാ ജനിച്ചു വന്ന കുഞ്ഞിനോട് പറയുന്നു, പൊന്നുമോനെ, മരണമെടാ നിന്റെ തൊട്ടുബേക്കിലുണ്ട്. നീ ഇനി ഇമാം മിഹ്റാബിലേക്ക് നിൽക്കേണ്ട സമയം, അഥവാ അത്ര സമയം മാത്രമേ നീ ജീവിക്കുകയുള്ളൂ. ആ സമയം മാത്രമേ നിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ളൂ. നോക്ക് നിങ്ങൾ സഹോദരാ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജനാസ നിങ്ങളും ഞാനും പോയി സന്ദർശിക്കാറുണ്ടല്ലോ, ജനാസ കാണാറുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ഞാനും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓ പൊന്നുമോനെ, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോ അവന്റെ രണ്ട് കൈയും ചുരുട്ടി പിടിച്ചിട്ട് കൂടി നിൽക്കുന്നവർ മുഴുവനും ചിരിക്കുമ്പോ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ടല്ലേ ഭൂമിയിലേക്ക് വരുന്നത്? അവന്റെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കൈകാലുകൾ ഇളക്കിയിട്ട് വാവിട്ട് കരയുന്ന മനുഷ്യന് ഒരു സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാനിതാ ഭൂമിയിലുള്ളത് മുഴുവനോ, എല്ലാ അധികാരങ്ങളോ, എല്ലാ സുഖവും, എല്ലാ പറുദീസകളോ എന്റെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഞാൻ മുഷ്ടി ചുരുട്ടി വന്നിരിക്കുന്നത്. എല്ലാവരും ചിരിക്കുമ്പോ ഞാനിതാ കരയുന്നത്. ആർത്തി പൂണ്ട എന്റെ അധികാര സ്ഥാനങ്ങള്, എന്റെ സമ്പത്ത്, എന്റെ സുഖലോലഭതയുടെ പറുദീസകൾ അത് എന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ കരയുന്നത്. അതേ കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴോ, അവന്റെ അവധിയെത്തിയിട്ട് അവൻ മരിച്ചു കിടക്കുന്ന സമയത്ത് സഹോദരാ, അവന്റെ കൈ ഇങ്ങനെ പരത്തി പിടിച്ചിട്ടാ കിടക്കുന്നത്. അവന്റെ കയ്യെ പരത്തി പിടിച്ചിട്ടാ കിടക്കുന്നത്. അഥവാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു വന്ന മനുഷ്യൻ, ഈ കൈ ചുരുട്ടി പിടിച്ചു വന്നവൻ, ദുനിയാവിനടക്കി ഭരിക്കാൻ ആഗ്രഹിച്ചു വന്നവന് അള്ളാന്റെ അവധി എത്തിക്കഴിഞ്ഞപ്പോ കൈ പരത്തി പിടിച്ചുകൊണ്ട് നിർജീവമായി കിടക്കുന്നവന് നിന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് മയ്യത്ത് വിളിച്ചു പറയുന്ന സഹോദരാ, ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക്, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി മാതാവിന്റെ മടിത്തട്ടിലേക്ക് രണ്ട് കൈയും ചുരുട്ടിപ്പിടിച്ചിട്ട് എല്ലാവരും ചിരിക്കുമ്പോ കരഞ്ഞുകൊണ്ട് വന്നവനാ ഞാന്. ഇന്നിതാ എന്റെ ചുറ്റും നിന്നുകൊണ്ട് എല്ലാവരും കരയുമ്പോ, എന്റെ മക്കള് കരയുമ്പോ, എന്റെ ഭാര്യ കരയുമ്പോ, എന്റെ കൂട്ടുകുടുംബങ്ങൾ കരയുമ്പോ ആരെയും ഒന്ന് ആശ്വസിപ്പിക്കാതെ, ആരോടും ഒരു വാക്ക് പറയാതെ, ആരോടും ഒന്നും മിണ്ടാതെ ചുരുട്ടിപ്പിടിച്ചതും സമ്പാദിച്ചതും കൂട്ടിവെച്ചതും മുഴുവനും ഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു. എന്റെ കൈവശം ഒന്നുമില്ലല്ലോ. നിങ്ങൾ എന്നെ പുതപ്പിച്ച് കിടത്തിയ 3 കഷ്ണം തുണിയല്ലാതെ എന്റെ മയ്യത്ത് കഫൻ തുണിയിൽ പൊതിഞ്ഞ് നിങ്ങൾ തേച്ച് വെച്ച ഏറ്റവും വില കുറഞ്ഞ അത്തറല്ലാതെ എന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച സോപ്പ് പോലെ നിങ്ങൾ അഴുക്ക് വെള്ളത്തിലിട്ട് മൂടിയില്ലേ? ഞാനൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. അല്ലേ?
ഇത് മയ്യത്ത് നമ്മോട് വിളിച്ചു പറയുന്നു. പക്ഷെ ആരെങ്കിലും മയ്യത്ത് കണ്ടുപോരുമ്പോൾ ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പോരാറുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടൊരു മയ്യത്ത് ജനാസ കണ്ടുകൊണ്ട് ആരെങ്കിലും മടങ്ങാറുണ്ടോ? ഇല്ല, ആരും മടങ്ങാറില്ല. മയ്യത്തിനെ കണ്ടുപോകുന്നവർ ചിന്തിക്കുന്നില്ല, ഇന്ന് ഞാൻ നാളെ നീ. കഴിയുന്നു കൊല്ലങ്ങൾ മാസങ്ങളാച്ച, തീരുന്നു നിന്നോട് ആയുസ് തീർച്ച. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കാട്ട, പിന്നെ നീ കാട്ടം ചുമന്നൊരു കൊട്ട. ഇതാരും ചിന്തിക്കലില്ല, എല്ലാവരും. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മൗതു ഫീ കുല്ലി ഹീനിൻ യൻശുറുൽ കഫന വനഹ്നു ഫീ ഗഫ്ലത്തിൻ അമ്മാ യുദാവീനാ. മനുഷ്യനെ മരണമാകുന്ന സത്യം നിന്റെ മുമ്പിൽ ഇതാ കഫംപട വിരിച്ചിരിക്കുന്നു. വനഹ്നു ഫീ ഗഫ്ലത്തിൻ അമ്മാ യുദാവീനാ. നേരിടാൻ പോകുന്ന മരണമാകുന്ന സത്യത്തെ തൊട്ട് നമ്മളോ അശ്രദ്ധയിലാണ്. ലാ തുത്മഇന്ന ഇല്ലാ ദുനിയാ വബഹജതിഹാ വഇൻ തവശഹത മിൻ അസ്വാബിഹൽ ഹസനാ. ലാ തുത്മഇന്ന ഇലാ ദുനിയാ, ദുനിയാവിൽ നീ ആർത്തി പൂണ്ടുകൊണ്ട് ഓടണ്ട. വബഹജതിഹാ, ദുനിയാവിന്റെ ആഡംബരത്തിൽ നീ മതിമറക്കണ്ട. ദുനിയാവാകുന്ന പെണ്ണിനെ അല്ലാഹു ദുനിയാവിനെ ഉപമിച്ചതൊരു പെണ്ണിനോടാണല്ലോ. ആ ദുനിയാവാകുന്ന പെണ്ണിന്റെ പിന്നാലെ അതിന്റെ ആഡംബരം കണ്ടിട്ട് മനുഷ്യ നീ പരക്കം പായണ്ട. വഇൻ തവശഹത മിൻ അസ്വാബിഹൽ ഹസനാ. അത് എത്ര തന്നെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലോ, അത് എത്ര തന്നെ നിന്നെ മോടി പിടിപ്പിച്ചാലോ, അതിന്റെ മായാവിലാസത്തിൽ എത്ര തന്നെ നീ സുഖിച്ചാലോ, അത് നിന്നെ വഞ്ചിച്ചുകൊണ്ട് കടന്നു പോകുന്നതാ. അയിനല്ല ഹിബ്ബത്ത് വൽ ജിറാനു മാ ഫഅലൂ അയിനല്ലദീന ഹുമൂ കാനൂ ലനാ സകനാ. അയിനല്ല ഹിബ്ബത്തു, എടോ നീ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ എവിടെ? നിന്റെ മാതാപിതാക്കളെ നീ ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ? നിന്നെ തനിച്ചാക്കി അവരും പോയി മറഞ്ഞില്ലേ? അയിനല്ല ഹിബ്ബത്തു വൽ ജീറാനോ, നിന്റെ അയൽവാസികളൊക്കെ എവിടെയാ? മാ ഫഅലൂ, അവരൊക്കെ എന്താ ചെയ്തത്? നീ സ്നേഹിച്ചവർ, നീ ഭക്ഷണം കൊടുത്തവർ, നീ ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ടിരുന്നത്, അവരൊക്കെ ഇന്ന് എവിടെയാ മനുഷ്യ? അയിനല്ലദീന ഹുമൂ കാനൂ ലനാ സകനാ. നിന്നോട് ഒട്ടിച്ചേർന്ന് കിടന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ? നിന്നോട് കൂടെ താമസിച്ചിരുന്ന നിന്റെ മക്കളെവിടെ? നിന്നെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഉറക്കം വരാതിരുന്ന ഭാര്യ, വാപ്പ വന്നതിന് ശേഷമല്ലാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് ശാഠ്യം പിടിച്ച് കരയുന്ന മക്കള്, ആ മക്കളൊക്കെ എവിടെ മനുഷ്യ? ഇത് ചിന്തിക്കാൻ നാം ഒരാളും തയ്യാറാകുന്നില്ല. അപ്പോ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒന്ന്, മരണമെന്ന സത്യം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. രണ്ട്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വേണ്ടി സദാ നാം തയ്യാറായിരിക്കണം, മരണത്തെ നാം ഓർത്തുകൊണ്ടേ ഇരിക്കണം. ഇനി മൂന്നാമത്തത്, ഞാൻ നേരത്തെ നിങ്ങളോട് മുൻകൂർ ജാമ്യം എടുത്തു വെച്ചു. വിഷയം വിശാലമാണ്. അതിന്റെ ചില ഭാഗങ്ങളിലൂടെ, മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകൽ മാത്രമേ സാധിക്കൂ. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയൂല. ഇതേ വിഷയം വാടിക്കൽ എന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലെ വാടിക്കൽ എന്ന സ്ഥലത്ത് 4 ദിവസം ഞാൻ പറഞ്ഞു തീർത്തത്. 4 ദിവസം കൊണ്ടാണ് ഈ വിഷയം പറഞ്ഞു തീർക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം, ഈ ഒരു മണിക്കൂർ 2 മണിക്കൂറിൽ അതിന്റെ മർമ്മപ്രധാന ഭാഗങ്ങളിലൂടെ കടന്നു പോക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം. പറയുന്നതിലെ പ്രധാന ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കണം, മനസ്സിൽ നോട്ട് ചെയ്ത് കൊണ്ടുവെക്കണം. അപ്പോൾ ഒന്ന്, മരണമെന്ന സത്യം നമ്മെ പിടികൂടും. 2, മരണത്തെക്കുറിച്ച് നാം ഓർത്തുകൊണ്ടേ ഇരിക്കണം. അതൊരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ്. മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നത് കേൾക്കാം. അവന്റെ ചെരുപ്പ് അവന്റെ കാലിൽ ഇങ്ങനെ അടിക്കുമ്പോൾ, അവൻ നടക്കുമ്പോൾ അവന്റെ ചെരുപ്പ് അവന്റെ കാലിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അത് മരണത്തിന്റെ മണിനാഥമാണെന്ന് അവൻ ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പഠിപ്പിക്കുകയാ. ചെരുപ്പ് അവന്റെ കാലോട് ഇങ്ങനെ അടിക്കുമ്പോൾ അത് മരണത്തിന്റെ മണിനാഥമാണെന്ന് അവൻ തിരിച്ചറിയണം. ഇനി
മനുഷ്യൻ മരിക്കുമ്പോഴുള്ള അവസ്ഥകൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർ മരിക്കുമ്പോഴുള്ള അവസ്ഥകൾ നാം ഒന്ന് മനസ്സിലാക്കണം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ഘട്ടത്തിൽ അവിടുന്ന് ഇങ്ങനെ കാല് മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത് കണ്ടു. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ അവസാന വേളയിൽ അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നു. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാ. ആ സമയത്ത് വലത് കാലിങ്ങനെ മടക്കുന്നു, ഇടത് കാല് നിവർത്തുന്നു, വീണ്ടും ഇടത് കാല് മടക്കുന്നു, വലത് കാല് നിവർത്തുന്നു. ഇതിങ്ങനെ കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് മുഖം തിരിച്ചു പോയി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് വിഷമം? എന്താണ് കാല് മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത്? ആ സമയത്ത് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കണേ. യാ ആയിഷ, ഇന്നലിൽ സക്രാത്തിൽ മൗത്ത്. ആയിഷ, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. മരണത്തിന്റെ വേദന കഠോരമാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്രായീലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്രായീലിനോട് പറയുന്നു, യാ അസ്രായീൽ, ഖവ്വിഫ് യാ അസ്രായീൽ, ഒന്ന് പതുക്കെ പിടിക്കണേ, ഒന്ന് പതുക്കെ പിടിക്കണേ അസ്രായീലേ. വല്ലാത്ത വേദന എടുക്കുന്ന അസ്രായീലേ. ആരാ പറയുന്നത്? സഹോദരങ്ങളെ, ആർക്ക് വേണ്ടിയാണോ ഈ ലോകം പടച്ചത്? മാനുഷിക കുലത്തെ ആർക്ക് വേണ്ടിയാണോ അല്ലാഹു സൃഷ്ടിച്ചത്? ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോക ജനതയ്ക്ക് അനുഗ്രഹമായിട്ടല്ലാതെ, ലോകത്തിന് ആകമാനം അനുഗ്രഹമായിട്ടല്ലാതെ നബിയേ അങ്ങേ ഞാൻ അയച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ ഓ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, യാ അസ്രായീൽ, ഒന്ന് പതുക്കെ പിടിക്കണേ. മരണത്തിന്റെ വേദന കഠോരമാ. ഇതങ്ങ് കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മുഖം തിരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖം തിരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, യാ ജിബ്രീൽ, എന്നോട് പിണക്കമാണോ? എന്നോട് പിണക്കമാണോ? എന്നോട് തെറ്റിയിരിക്കുകയാണോ? എന്തേ മുഖം തിരിച്ചു കളഞ്ഞത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്തേക്ക് മുഖം തിരിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മരണവെപ്രാളം കാണാൻ, അങ്ങയുടെ മരണത്തിന്റെ അവസ്ഥ കാണാൻ ജിബ്രീലിന് സാധ്യമല്ല നബിയേ. ഇസ്രാ മിഅ്റാജിൽ അങ്ങയുടെ ഇഷ്ടതോയനെ സിദ്റത്തുൽ മുൻതഹ വരെ അങ്ങേ കൊണ്ടുപോയ ജിബ്രീലേ, ആ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഈ മരണവേളയിൽ അങ്ങ് കാണിക്കുന്ന വെപ്രാളവും പൊറുതികേടും കാണാൻ ജിബ്രീലിന് സാധിക്കുന്നില്ല നബിയേ. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ചിട്ട് ആ എണ്ണയിൽ ഒരു നൂലിട്ട് വലിക്കുന്നത് പോലെയാ. വെണ്ണപ്പാത്രത്തിൽ നൂലിട്ട് വലിക്കുമ്പോ ആ നൂല് എത്രത്തോളം സുഗമമായിട്ട് കയ്യിൽ പോരുമോ അത്രത്തോളം നേർമയായിട്ടാണ്, മാർദ്ദവത്തോടെയാണ്, ലാഘവത്തോടെയാണ് അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് നബിയേ. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുന്നത്, അങ്ങയുടെ സമുദായത്തിന്റെ റൂഹിനെ പിടിക്കുന്നത്, സഹോദരങ്ങളെ, ഇമാം തുർമുദിയും അബൂ ദാവൂദും റിപ്പോർട്ട് ചെയ്ത ഹദീസ, സംശയിക്കണ്ട. അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ?
ഒരു മുൾക്കൂട്ടത്തിലേക്ക്, മുള്ളിന്റെ ഒരു വിസ്താരമായ കൂട്ടത്തിലേക്ക് ഒരു വെള്ളപ്പഴം തുണി, ഒരു പഴം തുണി അങ്ങ് വലിച്ചെറിഞ്ഞാൽ, ഒരു പഴകിയ തുണിക്കഷ്ണം അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ആ തുണിക്കഷ്ണം ഇങ്ങ് വലിച്ചെടുക്കുമ്പോ അതാ നൂറുകണക്കിന് മുള്ളുകളിൽ കുളത്തി വലിച്ച് കീറി പിന്നിപ്പറഞ്ഞിട്ടല്ലേ അത് വലിക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് പോരുന്നത്. അതുപോലെയാണ് അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുന്നതെന്ന് അസ്രായീൽ അലൈഹിസ്സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സഹോദരങ്ങളെ, യാ അസ്രായീൽ, എന്റെ ഉമ്മത്തിനെ വേദനിപ്പിക്കല്ല, എന്റെ ഉമ്മത്തിനെ കഷ്ടപ്പെടുത്തല്ല, എന്റെ ഉമ്മത്തിനെ നൊമ്പരപ്പെടുത്തല്ല. എന്റെ റൂഹ് പിടിക്കുന്ന പോലെ ലാഘവത്തോടെ നേർമയോടെ വെണ്ണപാത്രത്തിൽ നൂലിട്ട് വലിക്കുന്നത് പോലെ അവരെ റൂഹിനെ പിടിക്കണേ. എന്നാൽ അവരെ റൂഹ് പിടിക്കുന്ന പോലെ, മുൾക്കൂട്ടത്തിൽ തുണിയിട്ട് വലിക്കുന്ന പോലെ അത്രത്തോളം ക്രൂരമായ രൂപത്തിൽ എന്റെ റൂഹിനെ പിടിച്ചോ അസ്രായീൽ, എങ്കിലും എന്റെ ഉമ്മത്തിനെ കഷ്ടപ്പെടുത്തല്ല. സഹോദരങ്ങളെ, ഒരു ഹറാമിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ ഒന്ന് കടന്നു വന്നിട്ടില്ലാത്ത മഅസൂമായ പാപസുരക്ഷിതരായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം വേദനിക്കുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നോക്കണം സഹോദരങ്ങളെ. അപ്പോ ഒരു മനുഷ്യന്റെ മരണത്തിന്റെ വേദന വിശദീകരിച്ച് പറയാൻ സമയമില്ല. ഓരോന്ന് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഒരവസരത്തിൽ അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. അസ്രായീൽ അലൈഹിസ്സലാമിനോട് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്രായീലെ, എനിക്ക് മരണത്തിന്റെ രുചിയൊന്നറിയണം, എന്നെ ഒന്ന് മരിച്ചു ജീവിപ്പിക്കണം. ഇത് കേട്ടപ്പോ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, മരിച്ചതിന് ശേഷം പിന്നെ ഒരാളെ ജീവിപ്പിക്കല് അത് മഹ്ശറിൽ മാത്രമേ ഉള്ളൂ നബിയെ, അത് ഇവിടെ സാധ്യമല്ല. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രത്യേക പെർമിറ്റ് പ്രകാരം, അനുമതി പ്രകാരം അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ റൂഹിനെ പിടിക്കുകയായി. നോട്ട് പുസ്തകത്തിന്റെ കൂട്ടം പറഞ്ഞില്ലേ, കൊണ്ടുവരിട്ടോ. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ റൂഹിനെ പിടിച്ചു. മരിച്ചു വീണു. കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും റൂഹിനെ മടക്കി കൊടുത്തു. മരണത്തിന്റെ വേദന ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ വീക്ഷണത്തിൽ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് വീണ്ടും ജീവൻ കൊടുത്തു. എണീറ്റപാടെ ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, യാ അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, യാ നബിയല്ലാഹ്, എങ്ങനെയുണ്ട് മരണത്തിന്റെ വേദന എങ്ങനെയുണ്ട് നബിയേ എന്ന് ചോദിക്കുമ്പോ ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്രായീലിനോട് ചോദിക്കുന്നു, അസ്രായീലേ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇതുവരെയുള്ള കോടാനക്കോടി മനുഷ്യരെ റൂഹിനെ പിടിച്ചില്ലേ, എന്നിട്ട് നിനക്ക് മരണത്തിന്റെ വേദന അറിയില്ലെന്നോ? അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഞാൻ റൂഹ് പിടിക്കലല്ലാതെ എൻ്റെ റൂഹ് ആരും പിടിച്ചിട്ടില്ല. ഞാൻ പലരുടെയും റൂഹ് പിടിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ റൂഹ് ആരും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മരണത്തിന്റെ വേദന അറിയില്ല. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മരണത്തിന്റെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയൂല. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മക്കളെ, പ്രവാചകന്മാരെ പേര് കേൾക്കുമ്പോൾ എന്താ ചൊല്ല? ഉറക്കനെ പറയും. എല്ലാവരും പറഞ്ഞോളി, കുട്ടികളെ മാത്രം തവക്കൂലാക്കണ്ട. പ്രവാചകന്മാരെ പേര് കേൾക്കുമ്പോൾ എന്താ ചൊല്ല? അലൈഹിസ്സലാം. പക്ഷെ അതങ്ങോട്ട് കേൾക്കണില്ലല്ലോ, അതിങ്ങോട്ട് വരുന്നില്ല അല്ലേ? ആ ചെറുപ്പക്കാരൊക്കെ ബാക്കപ്പ് പോയിരുന്നിട്ടാണ്. ആ സ്ഥാനത്ത് ഇപ്പം ഞാൻ ഇവിടുന്ന് എങ്ങാനും അല്ലു അർജുൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉടനെ പറയും റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു സംശയം ഉണ്ടാവില്ല അല്ലേ? ചെറുപ്പക്കാരെ, നിങ്ങളൊക്കെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ ഇപ്പം എനിക്ക് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മുന്നിക്ക് വരല ഏറ്റവും നല്ലതാ. അള്ളാന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറയുന്നു, ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരാം അസ്രായീലേ. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്ന സഹോദരങ്ങളെ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അസ്രായീലേ,
ഒരു ആട്ടിൻകുട്ടിയെ ജീവനോടെ പിടിക്കുക, ഒരാടിനെ ജീവനോടെ പിടിക്കുക, എന്നിട്ട് അതിന്റെ ശരീരത്തിലുള്ള സർവ്വ രോമങ്ങളും മുഴുവൻ രോമങ്ങളും പിച്ചി പറിച്ചെടുക്കുക. അതിന്റെ ജീവൻ പോവാതെ അത് ജീവനുള്ളതായിരിക്കെ തന്നെ അതിന്റെ ശരീരത്തിൽ നിന്ന് അതിന്റെ രോമങ്ങൾ പിച്ചി പറിച്ചെടുക്കുക. അങ്ങനെ അതിന്റെ രോമം മുഴുവനും പറിച്ചെടുത്തതിന് ശേഷം അതിനെ ജീവനോടെ തൊലി ഉരിഞ്ഞെടുക്കുക, ജീവനോടെ അതിന്റെ തൊലി ഉരിഞ്ഞെടുക്കുക. അതിന്റെ തൊലി ഉരിഞ്ഞെടുത്തിട്ട് അപ്പോഴും അതിന്റെ ജീവൻ പോയിട്ടില്ല. ശേഷം അതിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ പിടിമാംസം അരിഞ്ഞെടുക്കുക. ഈ ഓരോ പിടിമാംസം അരിഞ്ഞെടുക്കുമ്പോഴും ആട്ടിൻകുട്ടിയുടെ ജീവൻ പോയിട്ടില്ല. സഹോദരങ്ങളെ, മനസ്സിൽ നിന്ന് സങ്കല്പിക്കൂ, മനസ്സിലേക്ക് കടന്നു വരട്ടെ. ആ ആട്ടിൻകുട്ടിയെ ജീവനോടെ പിടിച്ചിട്ട് അതിന്റെ ശരീരത്തിലെ സർവമാന രോമങ്ങളും പറിച്ചെടുത്തിട്ട് അതിന്റെ തൊലി ജീവനോടെ ഉരിഞ്ഞിട്ട് ജീവനോടെ അതിന്റെ ശരീരത്തിൽ നിന്ന് മാംസം കഷ്ണമായി മുറിച്ചെടുക്കുമ്പോ ഈ ആട്ടിൻകുട്ടിക്ക് എത്രത്തോളം വേദനിക്കുമോ അതിന്റെ കോടാനക്കോടി ഇരട്ടിയാണ് മരണത്തിന്റെ വേദന. ഇസ്രായീൽ അലൈഹിസ്സലാം ആട്ടിൻകുട്ടിയെ അറുത്തിട്ട് അതിന് ഈ സമയത്ത് എത്രത്തോളം വേദന അനുഭവപ്പെടുമോ അതിന്റെ എത്രയോ കോടാനക്കോടി ഇരട്ടിയാണ് അസ്രായീൽ മരണത്തിന്റെ വേദന എന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണത്തിന്റെ വേദനയിൽ വേവലാതി പൂണ്ടിട്ട് ആയിഷ, മരണത്തിന്റെ വേദന കഠോരമാണ് ആയിഷ എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണമാകുന്ന സത്യം വരുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് മടങ്ങണേ. സഹോദരങ്ങളെ, അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുമ്പോ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനാവട്ടെ, രോഗമില്ലാതെ കിടക്കുന്നവനാവട്ടെ, സഹോദരങ്ങളെ നോക്ക്, നിങ്ങൾ ഇന്നലെ കൊണ്ടോട്ടിയിൽ നിന്ന് കേട്ടൊരു വാർത്ത. വാർപ്പിന്റെ പണിയെടുക്കുന്ന ഒരു സഹോദരൻ പലകയടിച്ചതിലുള്ള ആണി അങ്ങ് പറിച്ചെടുക്കുമ്പോ ആ ആണി പറിക്കുന്ന ചുറ്റിക നെറ്റിയിൽ വന്നടിച്ച ചുറ്റിക നെറ്റി പൊട്ടിയപ്പോ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് അദ്ദേഹത്തിന്റെ മുറി വെച്ച് കെട്ടുവാൻ കൊണ്ടുപോയി. അസാധാരണമായ രൂപത്തിൽ രക്തം വരുന്നത് കണ്ടപ്പോ ക്ലിനിക്കിലെ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് മിംസിലേക്ക് കൊണ്ടുപോവണം. പക്ഷേ മിംസിലേക്ക് കൊണ്ടുപോകും വഴി അല്ലാഹുവേ കോയാസിന്റെ അടുക്കലേക്ക് എത്തിയപ്പോഴേക്ക് ആ സഹോദരൻ അതാ തന്നെ കൊണ്ടുപോകുന്നവരോട് പറയുന്നു, എന്തിനാ മിംസിൽ കൊണ്ടുപോകുന്നത്? ഒരു ചുറ്റിക തട്ടിയതല്ലേ, ഒന്ന് നെറ്റിയിൽ നിന്ന് പൊട്ടല്ലേ ഉള്ളൂ, അതൊന്ന് സ്റ്റിച്ചിട്ടാൽ പോരെയോ? പക്ഷേ മിംസിലേക്ക് എത്തിയില്ല. അതിന് മുമ്പ് തന്നെ ആ സഹോദരന്റെ മരണം മാടി വിളിച്ചു. സഹോദരങ്ങളെ, ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം പറയുന്നു, 3 വർഷകാലത്തോളമായി അയാൾ ബ്ലഡ് ക്യാൻസർ രോഗിയാ. 3 വർഷമായിട്ട് ഈ മനുഷ്യൻ ബ്ലഡ് ക്യാൻസർ രോഗിയാ. പക്ഷെ അത് കണ്ടെത്താൻ സാധിച്ചില്ല, ഒരു നിലക്കും അത് അറിയാൻ സാധിച്ചില്ല. മിംസിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഭാര്യയോട് സലാം പറഞ്ഞു പോന്ന പൊന്നുമോനെ, ഒരൊറ്റ നിമിഷം കൊണ്ടല്ലടാ മരണം തട്ടിയെടുത്തത്. അല്ലാഹു കാക്കുമാറാവട്ടെ. അപ്പൊ രോഗികളായാലും അല്ലാത്തവരായും അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ ആദ്യമായി റൂഹിനെ പിടിക്കുന്നത് അവന്റെ പെരുവിരലിൽ നിന്നാണ്. കാലിന്റെ പെരുവിരലിൽ നിന്ന് റൂഹിനെങ്ങനെ പിടിക്കുമ്പോ ഈ കിടക്കുന്ന മനുഷ്യൻ, മരിക്കാൻ പോകുന്ന മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ അതാ അവന്റെ 2 തോളത്തിരിക്കുന്ന മലക്കുകൾ, സഹോദരങ്ങളെ, കിറാമൻ കാത്തിബീങ്ങളായ 2 മാലാഖമാരെ അല്ലാഹു നമ്മുടെ തോളത്ത് വെച്ചിട്ടില്ലേ, തോളത്ത് ഏൽപ്പിച്ചിട്ടില്ലേ?
നമ്മൾ ചെയ്യുന്ന രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ കൂരിരുട്ടിൽ റൂമിന്റെ ഉള്ളിൽ വാതിട്ടടച്ചിട്ട് നാം ചെയ്ത തെറ്റാണെങ്കിലും എത്ര സ്വകാര്യമായി പറഞ്ഞതാണെങ്കിലും കേട്ടതാണെങ്കിലും ചെയ്തതാണെങ്കിലും അത് മുഴുവനും എഴുതി വെക്കുന്ന മാലാഖമാരില്ലേ, ഈ മാലാഖമാർ അവന്റെ തോളത്തുനിന്ന് ഇറങ്ങി വരൂ. തോളത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ഇത് സ്വാലിഹായ മനുഷ്യന്റെ റൂഹാണ് പിടിക്കുന്നതെങ്കിൽ ഈ മലക്കുകൾ പറയുന്നു, ജസാക്കല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് ഖൈർ പകരം നൽകട്ടെ, ഖൈർ അല്ലാഹു നിനക്ക് പകരം നൽകട്ടെ. റബ്ബ മജ്ലിസിൻ ഹസന അജ്ലസ്തനാ, എത്ര നല്ല മജ്ലിസുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര നല്ല സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര ദിവസങ്ങളിലാ പള്ളിയിൽ നീ ഇഅ്തികാഫിരുന്നത്, എത്ര ജമാഅത്തിനാ നീ ഹാജരായത്, എത്ര വാളിന്റെ മജ്ലിസിലാണ് നീ പോയിരുന്നത്. അതുകൊണ്ട് ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളെ വിഷയത്തിൽ അല്ലാഹു നിനക്ക് ഖൈർ പകരം നൽകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമ്പോ ഈ മരിക്കാൻ പോകുന്ന മനുഷ്യനതാ പ്രാർത്ഥന കേട്ടിട്ട് പുഞ്ചിരി തൂകുന്നു. സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. അവന്റെ നെറ്റിത്തടം ഉയർക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 ലക്ഷണങ്ങൾ ഒരു മനുഷ്യനിൽ നിങ്ങൾ കണ്ടാൽ അവൻ നല്ല നിലക്കാണ് മരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവന്റെ കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ അവനെ സംബന്ധിച്ച് അവനോട് നല്ലതാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെയാണ് ആ 3 ലക്ഷണങ്ങൾ? 1, അവന്റെ നെറ്റിത്തടം വീർക്കുക. 2, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുക. 3, അവനൊന്ന് പുഞ്ചിരിക്കുന്നത് പോലെയാവുക. ഈ 3 ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടോ, അവൻ നല്ല നിലക്കാണ് മരണപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ അവനോട് പറയുന്നു, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. അങ്ങനെ ഇതങ്ങ് പറഞ്ഞിട്ട് വളരെ സുഖത്തോടുകൂടെ അവന്റെ റൂഹിനെ അങ്ങ് പിടിക്കും. അവന്റെ റൂഹിനെ അങ്ങ് പിടിക്കുമ്പോൾ ഈ പിടിച്ച റൂഹുമായി കൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കാട്ടിക്കൊടുത്ത സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഇവനങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കും. അവന്റെ റൂഹുമായി മാലാഖമാരത ആകാശലോകത്തേക്ക് ഉയരുന്നു. അവന്റെ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ മലക്കുകൾ പറയുമത്രേ, മലക്കുകൾ അവന്റെ അടുക്കൽ വന്ന് പറയും. ആരോടാ പറയുന്നത്? ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ. ഈ സ്വാലിഹായ മനുഷ്യന്റെ റൂഹിനെങ്ങനെ പിടിക്കുമ്പോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ് സുമ്മസ്തഖാമു, പിന്നെ നല്ല നിലയ്ക്ക് ജീവിച്ച മനുഷ്യന്റെ മരണം ഹാളിറാകുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, മാലാഖമാർ ഇറങ്ങി വരും. അല്ലാഹുവിന്റെ സലാമത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരും. എന്നിട്ട് ആ മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, മോനെ വിഷമിക്കണ്ട, പേടിക്കണ്ട, വേദനിക്കണ്ട, നീ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, നീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിക്കുക. അല്ലത്തി, എങ്ങനത്തെ സ്വർഗ്ഗമാണ്? കുന്തും തുഅദൂൻ, നിനക്ക് അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ, നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് നിങ്ങളോട് കരാർ ചെയ്ത, വാഗ്ദാൻ ചെയ്ത സ്വർഗ്ഗം കൊണ്ട് നീ സന്തോഷിക്കുക. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ഭയപ്പെടണ്ട. നിന്റെ റൂഹ് പിടിക്കുന്നത് കൊണ്ട് നീ പേടിക്കേണ്ടതില്ല. നീ ഒറ്റക്കാണെന്ന പേടി വേണ്ട, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. ഈ റഹ്മത്തിന്റെ സലാമത്തിന്റെ മാലാഖമാര് പറയുന്നു, നീ പേടിക്കണ്ട, നീ ഒറ്റക്കാണെന്ന് ഭയപ്പെടണ്ട.
എന്തേ? ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. പേടിക്കണ്ട, ഭയപ്പെടണ്ട. വനഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിന്റെ സഹായികളായുണ്ട്. നിന്റെ കാര്യങ്ങൾ നോക്കാൻ, നിങ്ങളെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട്. ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഇന്ന് ദുനിയാവിലുമുണ്ട്, നാളെ ആഖിറത്തിലുമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട. മാത്രമല്ല ഒരു ഓഫറും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് റൂഹിനെ പറഞ്ഞയക്കുന്നത്. ഒരു ഓഫറും കൂടെ കൊടുക്കുന്നു. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, സഹോദരാ, ഇത് ദാരിമ്യൊന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്ക് മുഅ്മിനേ, വളരെ വ്യക്തമായി കാണാം. ഈ മലക്കുകൾ ഇവരോട് പറയുന്നു, ഈ നല്ല നിലയ്ക്ക് മരണപ്പെട്ടു പോകുന്ന ആളുകളോട് പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ഭയപ്പെടണ്ട. നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഔലിയാക്കളായിട്ട്, നിങ്ങളെ കാര്യങ്ങൾ ഏറ്റെടുത്തവരായിട്ട്, നിങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്. ഇന്ന് ദുനിയാവിൽ മാത്രമല്ല, വഫിൽ ആഖിറ, ആഖിറത്തിലുമുണ്ട്. തീർന്നിട്ടില്ല. പിന്നെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫറും പറഞ്ഞു കൊടുക്കുന്നു. പറക്കും ശരീരത്തിലുണ്ട്, കാറെടുക്കണ്ട. നീ കരുതിയാൽ മതി, പാറുമേ പറയണ്ട. കളക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട. നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സഹോദരങ്ങളെ, ഒരു ഓഫറും കൂടെ കൊടുത്തിട്ടാ റൂഹിനെ പറഞ്ഞേക്കുന്നത്. എന്താണ് ഓഫർ? വലകും ഫീഹാ മാ തശ്തഹി അൻഫുസകും, നിങ്ങളെ ശരീരങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ശരീരങ്ങൾ എന്താണോ കൊതിക്കുന്നത്, അത് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വലകും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ തരുമെന്നല്ലോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തൊക്കെ തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു പേടിയും വേണ്ട. ഇതും പറഞ്ഞിട്ടാ മലക്കുകളെ പറഞ്ഞേക്കുന്നത്. ഇതും പറഞ്ഞിട്ടാ മലക്കുകളെ പറഞ്ഞേക്കുന്നത്. തീർന്നോ? തീർന്നിട്ടില്ല സഹോദരങ്ങളെ. അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെ എങ്ങനെ പിടിക്കുമ്പോ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മാലാക്കമാർ, ഈ സ്വാലിഹായ നിസ്കരിച്ച നോമ്പ് നോറ്റ ഒരാളെ ഗൈബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, വ്യഭിചരിക്കാത്ത, മദ്യപിക്കാത്ത, ഹറാമ് ചെയ്യാത്ത മനുഷ്യന്റെ അടുത്തിരുന്നിട്ട് മലക്കുകൾ ഇവനെങ്ങനെ സന്തോഷിപ്പിക്കുക, മലക്കുകൾ ഇവനെങ്ങനെ സന്തോഷിപ്പിക്കുക. വീണ്ടും അല്ലാഹുവിന്റെ മാലാഖമാര് പറയുന്നു, പരിശുദ്ധ ഖുർആനാ പറയുന്നത് സഹോദരങ്ങളെ, അല്ലദീന തവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, ത്വയ്യിബീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളെ മാലാഖമാര് റൂഹ് പിടിക്കുമ്പോ യഖൂലൂന, ആ മാലാഖമാര് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷ, ശാന്തി, സമാധാനം, സന്തോഷിച്ചു കൊള്ളുക, വേവലാതിപ്പെടണ്ട, പേടിക്കണ്ട. ദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോളൂ. റൂഹിനങ്ങനെ പിടിച്ചെടുക്കുമ്പോ തന്നെ പറയുന്നു, ദുഖുലുൽ ജന്ന ബിമാ കുന്തും തഅമലൂൻ. അടിവരയിട്ടോ, അടിവരയിട്ടോ. ബിമാ കുന്തും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്, നിങ്ങൾ പ്രവർത്തിച്ച, നിങ്ങൾ നോമ്പനുഷ്ഠിച്ച, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ, നീ എഴുതിയ ഖുർആനിന്റെ, നീ പറഞ്ഞ സത്യത്തിന്റെ, നീ ചെയ്ത സംഭാവനയുടെ, നീ ചെയ്ത സദഖയുടെ തോടുകൊണ്ട് അതിന്റെ ഫലമായിട്ട് ദുഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോ. അള്ളാഹു ഇങ്ങനെ പറയാ, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈ മനുഷ്യനോട്. ഈ റൂഹ് പിടിക്കുന്ന മനുഷ്യന് വേവലാതിപ്പെടാണ്ടിരിക്കാൻ, വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു ഇങ്ങനെ കൊടുക്കുക ഓഫർ. തീർന്നോ? തീർന്നിട്ടില്ല. വീണ്ടും മലാക്കമാര് വന്നുകൊണ്ട് പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ ശാന്തമായി മരണപ്പെട്ട ആത്മാവേ, ഏ സന്തോഷിച്ചുകൊണ്ട് മരിച്ചവനെ. ആന റൂഹിങ്ങോട്ട് പിടിച്ചിട്ട് ഇവൻ സന്തോഷത്തോടെ മരിച്ചങ്ങോട്ട് കിടക്കുമ്പോൾ, അവൻ്റെ നെറ്റിത്തടങ്ങനെ വിയർക്കുമ്പോൾ, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുമ്പോൾ അവൻ ചിരിച്ച്, നമ്മളിങ്ങനെ പറയില്ലേ, നമ്മൾ ചില മയ്യത്ത് കണ്ടുവന്നാൽ പറയില്ലേ, മരിച്ചു കിടക്കാൻ തോന്നൂല്ല, ഉറങ്ങിയ പോലെ ചിരിച്ചു കിടക്കുന്നു, പറയാറില്ലേ? ഇല്ലേ സഹോദരങ്ങളെ, പറയാറില്ലേ?
എന്താ മിണ്ടാത്ത്? പറയലില്ലേ? ചില മയ്യത്ത് കണ്ട നമ്മൾ പറയില്ല, ഉറങ്ങിക്കിടക്കാന്ന് തോന്നും, മരിച്ചിരിക്കുന്നു ഒരിക്കലും പറയൂല അല്ലേ? അത് ഇതുകൊണ്ടാ മലക്കുകൾ ഇങ്ങനെ വന്ന് പറയാ, ഇവന്റെ റൂഹുകൾ പിടിച്ചിട്ട് ഇവനിങ്ങനെ റൂഹ് പിടിച്ച് സുന്ദരമായ റാഹത്തോടെ മരിച്ചു കിടക്കുമ്പോ അടുത്ത മാലാക്കമാര് വന്നിട്ട് പറയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായി മരണപ്പെട്ടവന്റെ ആത്മാവേ, ഇലാ റബ്ബികി, നീ നിന്റെ റബ്ബിലേക്ക് പോവുക, നീ അള്ളാനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാ നിന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, സന്തോഷത്തോടെ പോയിക്കോ, സന്തോഷത്തോടെ പോയിക്കോ. അള്ളാ അങ്ങനെ പറയുന്ന ആത്മാക്കൾ നമ്മൾ ആത്മാവിനെ ഉൾപ്പെടുത്തട്ടെ. ഈ ആത്മാവുമായിട്ട് മലക്കുകൾ ആകാശ ലോകത്തേക്ക് കയറി ചെല്ലുന്നു. ഇസ്രായേൽ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികളും ഈ സുന്ദരമായി മരണപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ട മനുഷ്യന്റെ ആത്മാവുമായിട്ട് സ്വർഗ്ഗത്തെ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആകാശ ലോകത്താകെക്കൂടെ ഒരു പരിമളം പരക്കുന്നു, വല്ലാത്ത സുഗന്ധം പരക്കുന്നു. മലക്കുകൾ ചോദിക്കുമത്രേ, ഇതാരുടെ ആത്മാവാണ്? ഇന്ന് ഭൂമിയിൽ ആരാ മരിച്ചിരിക്കുന്നത്? അയാളെ ജനാസ ഒന്ന് കൊണ്ടുവരൂ, ഇത് അയാളെ റൂഹിനെ ഒന്ന് ഇതുവഴി കൊണ്ടുവരൂ, ഇതുവഴി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ നല്ല നിലക്ക് മരണപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ മാലാഖമാര് തിക്കും തിരക്കും കൂട്ടുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനെ അല്ലാഹു ഇല്ലിയീൻ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കും. ആ മനുഷ്യന്റെ ആത്മാവിനെ അല്ലാഹു ഇല്ലിയീൻ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. കുല്ലു ഇന്ന കിതാബൽ അബ്റാർ ലഫീ ഇല്ലിയീൻ. ആ അബ്റാരിങ്ങളുടെ ഗുണവാന്മാരുടെ ആത്മാവിനെ ഇല്ലിയിൽ കൊണ്ടുപോയി വെക്കാൻ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ എത്ര വ്യക്തമായാ പറഞ്ഞത്. അല്ലാഹു ആ ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ആ ഭാഗ്യം നൽകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, തിരിച്ചു ചിന്തിക്ക്. ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ, ഈ മരിക്കാൻ പോകുന്ന മനുഷ്യനൊരു ദോഷിയായ മനുഷ്യനാണെങ്കിലോ, നിസ്കരിക്കാത്തവനെ, നോമ്പ് നോൽക്കാത്തവനെ, ഗീബത്തിന് മീമത്ത് പതിവാക്കിയവനെ, കള്ളം പറഞ്ഞു നടന്നവന്, മറ്റുള്ളവന്റെ പച്ചമാംസം കൊത്തിവലിച്ചവന്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴോ ആ ബാങ്കിന് ജവാബ് കൊടുക്കാതെ പള്ളിക്ക് പിന്തിരിഞ്ഞ് നടന്ന പച്ച അഹങ്കാരിയായ മനുഷ്യനെ, നിന്റെ ആരോഗ്യം കൊണ്ടാണ് നീ അഹങ്കരിക്കുന്നത്? സമ്പത്ത് കൊണ്ടാണോ അഹങ്കരിക്കുന്നത്? അതോ നിന്റെ മസിൽ പവർ കൊണ്ടാണോ നീ അഹങ്കരിക്കുന്നത്? ഈ അഹങ്കാരിയായ മനുഷ്യന്റെ റൂഹാണോ പിടിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ തോളത്തിരിക്കുന്ന രണ്ട് മാലാഖമാർ ഇറങ്ങി വരുന്നു. തോളത്തിരിക്കുന്ന രണ്ട് മാലാഖമാർ ഇറങ്ങിക്കൊന്നുകൊണ്ട് ഇവനോട് പറയുന്നു, ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളെ വിഷയത്തിൽ അല്ലാഹു നിനക്ക് ഖൈറ് തരാതിരിക്കട്ടെ, അല്ലാഹു നിനക്ക് ഖൈറ് പ്രതിഫലം തരാതിരിക്കട്ടെ. മനുഷ്യ റബ്ബ മജ്ലിസിൻ സൂഇൻ അജ്ലസ്തനാ, എത്ര മോശം മജ്ലിസിലാടോ നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര സിനിമാ തിയേറ്ററുകളിലാ കൊണ്ടുപോയിരുത്തിയത്, എത്ര ഗാനമേളയുടെ സദസ്സിലാ കൊണ്ടുപോയിരുത്തിയത്, എത്ര ഗീബത്ത് നമീമത്ത് പതിയാക്കിയവരുടെ ഇടയിലാണോ നീ കൊണ്ടുപോയിരുത്തിയത്. അതുകൊണ്ട് ദോഷിയായ മനുഷ്യ, തമ്മാടിയായ മനുഷ്യ, ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറാ, ഞങ്ങളെ വിഷയത്തിൽ അല്ലാഹു നിനക്ക് ഖൈർ തരാതിരിക്കട്ടെ. കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ അവന്റെ തോളത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പ്രാർത്ഥിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സഹോദരങ്ങളെ, ഈ ദുർമാർഗിയായ ദോഷിയായ മനുഷ്യന് ആത്മാവിനെ എങ്ങനെയാ പിടിക്കുന്നതെന്നറിയുമോ? അല്ലാഹു തആല പറയുന്നു, ഫകൈഫ ഇദാ തവഫതുഹുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാ, തമ്മാടിയായവനെ, ദോഷിയായവനെ, ഹറാം ചെയ്തവനെ, അല്ലാഹുവിനെ ധിക്കരിച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്കിന് മാറ് ചെയ്തവനെ അവന്റെ റൂഹ് എങ്ങനെയാ പിടിക്കുന്നത്? അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയാ, ഫകൈഫ, അവന്റെ അവസ്ഥ എന്താണ്?
എന്തോരവസ്ഥയാണ്. ഇദാ തവഫതുഹുമുൽ മലായിക, മലക്കുകൾ അവന്റെ റൂഹിനെ പിടിച്ചാൽ, മലക്കുകൾ അവനെ അങ്ങ് മൗത്താക്കിയാൽ, എങ്ങനെയാ മൗത്താക്കുന്നത്, എങ്ങനെയാ റൂഹിനെ പിടിക്കുന്നത്? സഹോദരങ്ങളെ, കഥ കേട്ടിരിക്കരുത്. ഇത് ധാർമ്മിയുടെ വാക്കുകളായി പുച്ഛിച്ചു തള്ളരുത്. പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്, പരിശുദ്ധ ഖുർആനിന്റെ വിളംബരമാണ്. എങ്ങനെയാ അവന്റെ റൂഹിനെ പിടിക്കുന്നതെന്നറിയുമോ? അവന്റെ മുഖത്തടിക്കും മാലാഖമാർ. റൂഹിനെ പിടിക്കുമ്പോ, അവന്റെ പെരുവിരല് മുതൽ റൂഹിനെ പിടിക്കുമ്പോ ഈ മനുഷ്യനാർത്ത് അട്ടഹസിച്ച് കരയും, ഈ മനുഷ്യനാർത്ത് അട്ടഹസിച്ച് കരയും. ഹബീബ് പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ തുണി വലിച്ചെടുക്കാൻ പ്രയാസപ്പെടൂലേ എന്ന പോലെ ഇവന്റെ റൂഹ് ഇവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോരാൻ, മുറിഞ്ഞു പോരാൻ മടി കാണിക്കും. ഈ മനുഷ്യൻ പറയുമത്രേ, എന്നെ കൊണ്ടുപോവല്ല, എന്നെ കൊണ്ടുപോവല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ. ഇതിങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൽരിബൂന വുജൂഹഹും, ആ മാലാഖമാർ, റൂഹിനെ പിടിക്കുന്ന മാലാഖമാർ അവന്റെ മുഖത്തടിക്കും, വഅദ്ബാറഹും, മുഖത്തും പിന്നിലും ഞാൻ അടിക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ, അവന്റെ ഈ റൂഹിനെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവന്റെ റൂഹ് പിരിഞ്ഞു പോരാൻ മടി കാണിക്കും, അവന്റെ ശരീരത്തിൽ റൂഹ് അള്ളിപ്പിടിച്ചിരിക്കും. അപ്പൊ മാലാഖമാർ അവന്റെ മുഖത്തും പുറത്തും അടിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ മുഖത്തും പുറത്തും അടിച്ചുകൊണ്ട് അവന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോ അദാബിന്റെ മാലാഖമാര് വന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, എന്റെ വാക്കുകളല്ല സഹോദരാ സഹോദരി. അല്ലദീന തതവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഫൽഖൗസ്സലമ മാ കുന്നാ നഅമലു മിൻ സൂ ബലാ ഇന്നല്ലാഹ അലീമും ബിമാ കുൻതും തഅമലൂൻ. മലക്കുകൾ ഇവന്റെ പുറത്തടിച്ചിട്ട് റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ ഈ മനുഷ്യൻ പറയുമത്രേ, മാ കുന്ന ഫൽഖൗസ്സലമ, ഈ മനുഷ്യൻ വാദിക്കും, എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ശിക്ഷിക്കല്ലേ. മാ കുന്നാ നഅമലു മിൻ സൂ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് വിളിച്ചു പറയോ. അല്ലാഹു പറയുന്ന ബലാ, അതേടോ നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയാം. ഇന്നല്ലാഹ അലീമും ബിമാ കുൻതും തഅമലൂൻ, എടോ നീയൊക്കെ എന്ത് ചെയ്തിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ നീ വാദിച്ചിട്ട് കാര്യമില്ല, നീ വാദിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ മനുഷ്യൻ പറയുമത്രേ, ഈ ദോഷിയായ മനുഷ്യൻ പറയുമത്രേ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക വഅകുൻ മിനസ് സാലിഹീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്. സംശയമുണ്ടോ? ഇതൊക്കെ സംഭവിക്കുന്നില്ല, സംശയമുണ്ടോ? സംശയിക്കണ്ട. അള്ളാന്റെ പരിശുദ്ധ ഖുർആനാ മുഅ്മിനെ പറയുന്നത്. ഈ മനുഷ്യൻ പറയും, ദോഷിയായ മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചിട്ട് റൂഹ് പോരാൻ വേണ്ടി വെപ്രാളപ്പെട്ട് പ്രയാസപ്പെടുമ്പോ മലക്കുകൾ ഇവനെങ്ങനെ അടിക്കുമ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹ് ഒരൊറ്റ മിനിറ്റ് എന്നൊന്ന് പിന്തിപ്പിച്ചു കൊണ്ട് റബ്ബേ, ഒരു മിനിറ്റ് എന്റെ ആയുസ് പിന്തിപ്പിച്ച് തന്നോക്ക റബ്ബേ, ഒറ്റ മിനിറ്റ് എനിക്ക് ആയുസ് ബാക്കി തന്നോക്ക. ബാക്കി തന്നാൽ റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക, ഞാൻ സ്വതക്ക കൊടുത്തോളാം. അല്ലാഹ് ഞാൻ സ്വതക്ക കൊടുത്തോളാം. വഅകുൻ മിനസ് സാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടോളാം. അല്ലാഹുവേ ഒരൊറ്റ മിനിറ്റ് പിന്തിപ്പിച്ചുകൊണ്ടാ, ഒരൊറ്റ മിനിറ്റ് എനിക്ക് ദീർഘ ആയുസിനെ കൂട്ടിക്കൊണ്ടാ, എന്നാൽ ഫഅസ്സദ്ദക, ഞാൻ സ്വതക്ക കൊടുത്തോളാം, ഞാൻ സ്വതക്ക കൊടുത്തോളാം. വഅകുൻ മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുപോയിക്കോളാം. സഹോദരാ, നാളെ എഴുതിക്കാ എന്ന് കരുതിയിട്ട് മടിക്കണ്ട, നാളെ എഴുതിക്കാന്ന് കരുതിയിട്ട് മടിക്കണ്ട. ഇന്ന് തന്നെ എഴുതിക്കോ, ഇന്ന് തന്നെ എഴുതിക്കോ. ഫഅസ്സദ്ദക വഅകുൻ മിനസ് സ്വാലിഹീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ,
അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ, എന്നിട്ട് മലക്കുകൾ ഇങ്ങനെ അടിച്ചും തൊഴിച്ചുകൊണ്ടും ഇവന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയിട്ട് അവന്റെ റൂഹിനോട് പറയുന്നത് എന്താ? ഫദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ. ഈ തമ്മാടിയായ മനുഷ്യന്റെ റൂഹും പിടിച്ച് വലിച്ച് അടിച്ച് തൊഴിച്ചവന്റെ റൂഹ് വലിച്ചെടുത്തതിന് ശേഷം മലക്കുകൾ പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയട്ടെ, ഫദ്ഖുലൂ അബ്വാബ ജഹന്നം, നരകത്തിന്റെ വാതിലിലൂടെ പ്രവേശിച്ചോ. വാതിലിൽ കൂടെ പ്രവേശിച്ചോ എന്നല്ല പറഞ്ഞു, ഒരു വാതിലിൽ കൂടെ പോയിക്കോ എന്നല്ല, നരകത്തിന്റെ എല്ലാ വാതിലിൽ കൂടെ പോയിക്കോ, എല്ലാ അദാബും നീ അനുഭവിക്കട്ടെ. ഒരു വാതിൽ കൂടെ പോയ ഒരാദാബല്ലേ കിട്ടുള്ളൂ, ഒരു വാതിൽ കൂടെ പോയ ഒരാദാബല്ലേ കിട്ടുള്ളൂ, അത് പറ്റൂല. ജഹന്നമാകുന്ന കത്തിയാളുന്ന നരകത്തിന്റെ എല്ലാ വാതിലിലൂടെയും നീ പ്രവേശിക്കുക. എന്നിട്ടോ ഖാലിദീന ഫിഹാ, അതിൽ നിങ്ങൾ ശാശ്വതരാണ്. ഇനി പുറത്തേക്കില്ല, അവിടെ നിങ്ങൾ ശാശ്വതരാണ്. ഫലബീസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കരിച്ചവനെ, ധിക്കരിച്ചവനെ, അള്ളാന്റെ കൽപ്പനയ്ക്ക് മാറി പ്രവർത്തിച്ചവനെ, ഫലബീസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കരിച്ചവന്റെ മടക്ക കേന്ദ്രം എത്ര മോശം. അള്ളാഹു ചോദിക്കുക, അഹങ്കരിച്ചവന്റെ മടക്ക കേന്ദ്രം എത്ര മോശം. അങ്ങനെ ഈ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചെടുത്തിട്ട് അള്ളാന്റെ റൂഹിനെ പിടിച്ച മാലാഖമാര് മൂക്കും പൊത്തി പിടിച്ചിട്ടാ ഇവന്റെ ആത്മാവുമായി ആകാശത്തേക്ക് കയറിപ്പോകുന്നത്. അവൻ അത്രത്തോളം ദുർഗന്ധം ഇവന്റെ ആത്മാവിൽ നിന്ന് വമിക്കുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ആത്മാവിൻ ദുർഗന്ധം വമിച്ചപ്പോ മലക്കുകൾ തന്നെ മൂക്കും പൊത്തിപ്പിടിച്ചിട്ടാ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആകാശത്തിന്റെ വാതിക്കലെത്തുമ്പോ മലക്കുകളോട് പറയുന്നു, വാതിൽ തുറക്കണേ. ആ സമയത്ത് ആകാശത്തുള്ള മലക്കുകൾ പറയുമത്രേ, ഏതൊരു മനുഷ്യനാ ഇന്ന് മരിച്ചിരിക്കുന്നത്, ഏതൊരു ദോഷിയുടെ ആത്മാവാ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, അവനിക്ക് ഇങ്ങോട്ട് സ്വാഗതമില്ല. ലാ മർഹബൻ ലാ മർഹബ, അവനിക്ക് സ്വാഗതമില്ല, അവനിക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കൂല. മലക്കുകൾ പറയത്രേ, അവന്റെ ആത്മാവ് ഇതിനെ കൊണ്ടുവരരുത്, അകത്തി കൊണ്ടുപോകൂ, അങ്ങ് ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകൂ അവന്റെ ആത്മാവ് എന്ന് ആ ആകാശ ലോകത്തുള്ള മാലാഖമാർ വിളിച്ചു പറയുമെന്ന് അള്ളാഹിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നോ? അപ്പൊ അല്ലാഹു തആല പറയുന്നു, സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ ആത്മാവിനെ, ആ മനുഷ്യന്റെ ആത്മാവിനെ നിങ്ങൾ സിജ്ജീനിൽ കൊണ്ടുപോയി വെക്കണം. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. ഇങ്ങനെ ആത്മാവ് തമ്മാടികളെ പിടിച്ച ആത്മാവിനെ, അവന്റെ ആത്മാവിനെ ലഫീ സിജ്ജീൻ, അവനെ സിജ്ജീനിലാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അവന്റെ ആത്മാവിനെ മലക്കുകൾ ആകാശ ലോകത്തേക്ക് ഉയർത്താൻ സമ്മതിക്കൂല. ആകാശത്തിന്റെ കവാടം തുറന്നു കൊടുക്കൂല. അങ്ങനെ തുറന്നു കൊടുക്കാതിരിക്കുമ്പോ ഈ മനുഷ്യന്റെ ആത്മാവ് ആകാശ ഭൂമിക്കിടയിൽ ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, ഇന്നല്ലദീന കസ്സബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിനെ ധിക്കരിച്ചവനെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കളവാക്കിയവനെ, അതിന്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്തവനെ, അല്ലാഹു ഹറാമാക്കിയത് ഹലാലാക്കിയവനെ, അല്ലാഹു ഫർളാക്കിയത് ഉപേക്ഷിച്ചവനെ, ഈ മനുഷ്യ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവൻ ആത്മാവിനെ സ്വീകരിക്കാൻ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടില്ല. ആകാശം അവനിക്ക് വേണ്ടി തുറക്കപ്പെടൂല. വലാ യദ്ഖുലൂനൽ ജന്ന, അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഏതുവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല? ഹത്താ യലിജൽ ജമൽ ഫീ സമ്മിൽ ഖിയാത്ത്,
പരിശുദ്ധ ഖുർആൻ ഉപമിച്ചത് നോക്ക്. സൂചിയുടെ പഴുതിലൂടെ ഒരൊട്ടകം പ്രവേശിക്കുന്നത് വരെ. അതുണ്ടാവോ? സൂചിയുടെ ദ്വാരം അറിയില്ലേ? സൂചിയുടെ നൂല് കോർക്കുന്ന ദ്വാരം അറിയില്ലേ? ആ ദ്വാരം വലുതാവാനും പാടില്ല, ഒട്ടകം ചെറുതാവാനും പാടില്ല. അങ്ങനെ നിലക്ക് ഒട്ടകമുള്ള പോലെ തന്നെ സൂചിയുള്ള പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഒട്ടകത്തിന് പ്രവേശിക്കാൻ കഴിയോ? ഇല്ല. അതേപോലെ ഈ മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഉണ്ടോ? അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായ ഉപമ നൽകിയത്. ഇപ്പൊ രണ്ട് വിഭാഗം ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന മനസ്സിലായില്ലേ? ആത്മാവിനെ പിടിക്കുന്ന രൂപം മനസ്സിലായില്ലേ? ഇനി ഇവരെ കൊണ്ടുപോകുന്ന രൂപം പറയാൻ ഞാനിപ്പോൾ പ്രഭാഷണം തുടങ്ങിയിട്ട് 2 മണിക്കൂർ ആവാനായി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 2 മണിക്കൂറായി. ഇനി പറയണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കണ്ടേ? പറയണോ വേണ്ടേ? എന്താ പറയണേ? കുറച്ചാൾക്കാർ വേണമെന്ന് അറിയണ്ടേ? കുറച്ചാൾക്കാരാ എല്ലാവരും വേണമെന്ന് പറയണേ? എന്നാൽ പിന്നെ ഒരു പോയിന്റിൽ കൊണ്ട് എത്തിക്കുക അല്ലേ? ഒരു പോയിന്റിൽ കൊണ്ട് എത്തിച്ചിട്ട് നിർത്താൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു ഇനിയും കൂടാനും പറയാനും പിരിയാനും പ്രാവർത്തികമാക്കാനൊക്കെയുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു ദീനിന് വേണ്ടി, എനിക്ക് നിങ്ങളോട് ഞാൻ എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നൊരു വിഷയമാണല്ലോ, ദീനിന് വേണ്ടി മരണം വരെ ഇങ്ങനെ ദീന് പറഞ്ഞ് ഖിലാസോട് കൂടെ ദീന് പറഞ്ഞ് അള്ളാഹിൻ്റെ ദീന് ദഅവത്ത് നടത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അതിനുള്ള മുമ്പിലുള്ള തടസ്സങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അതിന് വേണ്ടി ദീർഘായുസും ആഫിയത്തും ശാരീരിക ബലവും നമ്മുടെ ഇൽമിൻ്റെ വ്യാപ്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വെച്ചതാ ഈ ഓരോരോ കാര്യങ്ങളും നോക്കിനി. സ്വാലിഹായ മനുഷ്യന്റെ ജനാസത കൊണ്ടുപോകാൻ ചുമക്കുകയാണ്. അവന്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. കാണേണ്ടവർ കാണണേ, ഇത പൊതിയുന്നേ, വെള്ള തുണിയിൽ കെട്ടി മെല്ലെ പൊതിഞ്ഞു കെട്ടി, ദിക്റും ചൊല്ലിക്കൊണ്ട് നിന്നെ ചുമന്നിടുന്നേ, ഭാര്യ കരഞ്ഞിടുന്നേ, മക്കൾ ഇതാ തേങ്ങുന്നേ, യാത്ര പറഞ്ഞിടുന്നേ, മെല്ലെ അകന്നിടുന്നേ, കാണേണ്ടവർ കാണണേ, കാണാൻ കഴിയില്ലെന്നേ, വെള്ള തുണിയിൽ കെട്ടി മെല്ലെ പൊതിഞ്ഞു കെട്ടി, ദിക്റും ചൊല്ലിക്കൊണ്ട് നിന്നെ ചുമന്നിടുന്നേ, ഇരുളാൽ നിറഞ്ഞ കാട്ടിൽ മുള്ളാൽ പൊതിഞ്ഞ വീട്ടിൽ, ഇരുളാൽ നിറഞ്ഞ കാട്ടിൽ മുള്ളാൽ പൊതിഞ്ഞ വീട്ടിൽ നിന്നെ കിടത്തിക്കൊണ്ട് ഞങ്ങൾ മടങ്ങിടുന്നേ, നിന്നെ കിടത്തിക്കൊണ്ട് ഞങ്ങൾ മടങ്ങിടുന്നേ. സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ജനാസ അത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അവന്റെ ദ്വാരങ്ങളിൽ മുഴുവനും പഞ്ഞിവെച്ചതിന് ശേഷം അവസാനത്തെ കെട്ടുന്നതിന് മുമ്പ് അതാ പറയുന്നു, കാണേണ്ടവർ കാണണേ, ഇത പൊതിയുന്നേ. അവസാനമായി ആരെങ്കിലും ഒന്ന് കാണാനുണ്ടോ? അവസാനമായി ആർക്കെങ്കിലും കാണേണ്ടതുണ്ടോ? ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു, എന്റെ ഭാര്യ എന്റെ ഭർത്താവിനെ ഞാനൊന്ന് കാണട്ടെ, ആ കവിൾത്തടങ്ങളിൽ അവസാന ചുംബനം കൊടുക്കട്ടെ.
സഹോദരങ്ങള്, ഭാര്യ ചുംബനം കൊടുത്തു, അല്ലെങ്കിൽ ഭർത്താവ് ചുംബനം കൊടുത്തു, അരുമ മക്കളെ വാപ്പാനെ കെട്ടിപ്പിടിച്ച് നൊട്ടിമണത്ത് പൊട്ടിക്കരഞ്ഞു. അവസാനത്തെ തുണിയും പൊതിഞ്ഞു, അവന്റെ 3 കെട്ടും കെട്ടി ആ മയ്യത്ത് കട്ടിലിലേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് ആളുകൾ അങ്ങ് ചുമക്കുമ്പോ, സഹോദരാ സഹോദരാ ചിന്തിക്കടേ, നിന്റെ ഭാര്യ എവിടോ വാതിക്ക് നിന്നുകൊണ്ട് വീടിന്റെ ജനാല തുറന്നിട്ട് ജനാലയിലൂടെ നോക്കിയിട്ട് നിന്റെ ഭാര്യ പൊട്ടിക്കരയുന്നു. ഇന്നലെ വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നവന്, ഇന്നലെ വരെ എനിക്ക് തുണയായുണ്ടായവന് എന്നെ തനിച്ചാക്കി പോവുകയാണോ? ഇനി എനിക്കാരാ ഉള്ളത്? എന്റെ കാര്യം നോക്കാൻ ആരാ ഉള്ളത്? എന്റെ മക്കൾക്കാരാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കരയുന്നു. പറയുന്നത് നോക്കണം, എനിക്കാരാ ഉള്ളത്, എന്റെ മക്കൾക്കാരാ ഉള്ളത് എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്നു ഭാര്യ. മക്കളതാ വീടിന്റെ സിറ്റൗട്ടിലേക്ക് വന്നിട്ട് വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ, എന്റെ വിഷയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുകയാ. നമ്മുടെ അരുമ മക്കളിതാ നമ്മുടെ സിറ്റൗട്ടിൽ വന്നുകൊണ്ട് വാപ്പാന്റെ ജനാസ കണ്ടിട്ട് ആ ജനാസയെ കെട്ടിപ്പിടിച്ച് നൊട്ടിമണത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കള് പറയുന്നു, ഞങ്ങൾ നോക്കാൻ ഇനി ആരാ? ഞങ്ങളെ കൂട്ടിനി ആരാ? ഞങ്ങളെ സംരക്ഷിക്കാൻ ആരാ? ഞങ്ങളെ പരിപാലിക്കാൻ ആരാ? സഹോദരാ, ഉമ്മ പറയുന്നു, മോനെ ഉമ്മയെ തനിച്ചാക്കി പോയടാ, ഉമ്മക്കിനി ആരാണുള്ളതടാ? ഉമ്മക്കിനി ആരാണുള്ളതടാ? ഉമ്മയോ വാപ്പയോ സഹോദരങ്ങളോ ഞങ്ങൾക്കിനി ആരാ? ഞങ്ങൾക്കിനി ആരാ എന്ന് വിളിച്ചുകൊണ്ടാ നിലവിളിക്കുന്നത്. സഹോദരാ സഹോദരാ, ഒരൊറ്റ ഭാര്യയും പറയുന്നില്ലല്ലോ, ഒരൊറ്റ ഭർത്താവും പറയുന്നില്ലല്ലോ, ഒരൊറ്റ മാതാപിതാക്കളും പറയുന്നില്ലല്ലോ, ഒരൊറ്റ മക്കളും പറയുന്നില്ലല്ലോ. അല്ലാ, ഈ മരിച്ചു കിടക്കുന്ന ആൾക്കിനി ഖബറിലാരാ ഉള്ളത്? ഖബറിലാരാ ഉള്ളതല്ല? ഏതെങ്കിലും ഒരു ഭാര്യ നാളിന്നവരെ ആയിട്ട് പൊട്ടിക്കറഞ്ഞിട്ടുണ്ടോ? എന്റെ ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോവല്ല, എന്റെ ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോവല്ല, അവരെ കാണാതെ എനിക്കുറക്കം വരില്ല, എന്റെ ഭർത്താവിനെ കാണാതെ എനിക്കുറക്കം വരില്ല എന്ന് ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഒരൊറ്റ ഭർത്താവും പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ജീവന്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചവളാ, അവളെ കാണാത്തൊരൊറ്റ ദിവസവും എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതാ, അതുകൊണ്ട് എന്റെ ഭാര്യയുടെ ജനാസ കൊണ്ടുപോവല്ല. ആരും പറയുന്നില്ല സഹോദരങ്ങളെ, എല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി എന്നാ. ഞങ്ങൾക്കിനി ആരാ? ഞങ്ങൾക്കിനി ആരാ എന്ന് നിന്റെ കൂട്ടുകുടുംബം വിളിച്ചു പറയുമ്പോ, സഹോദരാ, ഇന്നലെ വരെ നീ കുഞ്ഞുനാളിൽ നിന്നെ ഉറങ്ങാൻ വേണ്ടി ഉമ്മ താരാട്ട് പാടി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ താരാട്ടിന്റെ വചനങ്ങൾ മറ്റൊരീണത്തിൽ ചൊല്ലിയിട്ട് നിന്നതാ കൊണ്ടുപോകുന്നു. കെട്ടുകൾ 3 കെട്ട്, കട്ടിലിൽ നിന്നെയോമേറ്റി, കൂടെ ചുമലതിലേറ്റി, കൂട്ടത്തിൽ നിലവിളി പൊട്ടി, ഒരു ദിനമുണ്ടൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര. സഹോദരങ്ങളെ, സഹോദരാ, നിന്നെ കട്ടിലേറ്റിയിട്ട് ചുമലിലേക്ക് അങ്ങ് വെക്കുമ്പോ നീ പറയുന്നത് എന്താ? അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ആളുകൾ നിന്റെ ജനാസയും വഹിച്ചു കൊണ്ടുപോകുമ്പോ നിന്റെ കുടുംബം മുഴുവനും വീടിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് വാതിൽ പഴുതിലൂടെ ജനാലക്കകത്തൂടെ നോക്കിയിട്ട് അതാ പോകുന്നു, അതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമ്പോ, സഹോദരാ, ഈ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് മരിച്ച മനുഷ്യൻ വിളിച്ചു പറയുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ഈ മരിച്ച മനുഷ്യൻ കട്ടിലിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയോ, യാ ഹിബ്ബായി വയാ
അസ്തിഖായി തറക്തു ഫീകും ഔലാദി യതമാ. സഹോദര, മരിച്ച മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, യാ അഹിബ്ബായി, എന്റെ കുടുംബങ്ങളെ, എന്റെ കുടുംബമേ, വയാ അസ്തിഖായി, എന്റെ കൂട്ടുകാരെ, എന്റെ സ്നേഹിതന്മാരെ, യാ അഹ്ലി, എന്റെ കുടുംബമേ, തറക്തു ഫീകും ഔലാദി യതമാ, എന്റെ മക്കളെ നിങ്ങളിൽ യതീമാക്കിയിട്ടാ ഞാൻ പോകുന്നത്. എന്റെ മക്കളെ നിങ്ങളിൽ ഞാൻ യതീമാക്കി ഉപേക്ഷിച്ചു കൊണ്ടാ പോകുന്നത്. ഫലാ തൂദൂഹാ ഫലാ തൂദൂ, അതുകൊണ്ട് എന്റെ മക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. എന്റെ മക്കളെ യതീഖാനകളിൽ, അനാഥാലയങ്ങളിൽ കൊണ്ടുപോയിട്ട് പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുന്നൊരവസ്ഥ എന്റെ മക്കൾക്ക് വരുത്തല്ലേ. വയാ അഹിബ്ബായി വയാ അസ്തിഖായി തറക്തു ഫീകും ഇംറഅതി ഹർമിലാ, എന്റെ ഭാര്യയെ വിധവയായി നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഫലാത്ത് ഉലൂഹ, അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മയ്യത്ത് നിലവിളിക്കും. മയ്യത്ത് കട്ടിലിൽ കടന്നുകൊണ്ടെന്ന അഷ്റഫുൽ ഖൽഖ് സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന സ്വാലിഹായ മയ്യത്താണെങ്കിൽ അതാ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോവണേ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോവണേ. ആ ഖബറിലതാ എന്നെ തേടിയിട്ട്, ഖബറിൽ എന്നെ തേടിയിട്ട് അതാ ഒരുപാട് സുരകല്ലിസാനികളുണ്ട്, സുഖലോലുപതയുടെ പറുദീസ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോവണേ, വേഗം കൊണ്ടുപോവണേ എന്നീ സ്വാലിഹായ മയ്യത്ത് വിളിച്ചു പറയും. അതേ സ്ഥാനത്ത് മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നത് സ്വാലിഹല്ലാത്ത, നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, ഹറാമ് വേഷം ധരിച്ചവനായ ഏതെങ്കിലും നടന്റെയോ നടിയുടെയോ മോഡൽ സ്വീകരിച്ചവനെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടുന്നത് കണ്ടപ്പോ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അത് സ്വീകരിച്ചവനെ അവൻ പറയും, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എന്റെ നാശമേ, എന്റെ കേടേ, ഐന തദ്ഹബൂന ബിഹാ, എന്നെ കൊണ്ടുപോവല്ലോ, എന്നെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോവല്ലേ. എന്റെ വീട് വിട്ടു പോവാൻ എനിക്ക് ആഗ്രഹമില്ല, എന്റെ മക്കളെ വിട്ടു പോവാൻ എനിക്ക് ആഗ്രഹമില്ല. ഐന യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ. സ്വാലിഹല്ലാത്ത, കള്ളുകുടിച്ച, നോമ്പ് നോൽക്കാത്ത, വിഭജിച്ച ഈ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ രണ്ട് ജനാസയും ഇനി ഖബറിൽ കൊണ്ടുപോയി കിടത്തുകയാ. ആ ഖബറിന്റെ ഭീകരത അത് വിശദീകരിക്കാൻ ഇപ്പോൾ നാം പറഞ്ഞ അത്ര സമയം ഇനി വേണം. ഖബർ വിശദീകരിക്കണമെങ്കിൽ ഇപ്പോൾ നാം പറഞ്ഞ അത്ര സമയം ഇനി വേണം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു ചെല്ലുന്നില്ല. അള്ളാഹു ഇനിയൊരു അവസരം നമുക്ക് നൽകുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഖബർ മുതലുള്ള ബർസഖ് വരെയുള്ള, ഖബർ മുതൽ ആഖിറം വരെയുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. رحم റഹീമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനായ റബ്ബേ, ഈ സദസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സലാം അദ്കാറുകൾ ദുആകൾ ഫാത്തിഹകൾ എല്ലാം നീ ഖബൂലാക്കണേ റബ്ബേ. ഈ സദസ്സ് സ്വീകരിക്കണേ റഹ്മാനെ. നാളെ ആഖിറ ലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ.
അല്ലാഹുവേ ഈ സദസ്സിൽ നിങ്ങൾ ചിലവഴിച്ച ഓരോരോ സെക്കൻഡിന്റെ തോതനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖൽബുകൾക്ക് ശാന്തി നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ക്യാൻസർ, എയ്ഡ്സ്, ട്യൂമർ പോലെയുള്ള മാറാരോഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ട സകല മോമിനാത്തുകളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പലജാതി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളെ സഹോദരന്മാർ ബന്ധപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ എല്ലാവരും രോഗവും നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ റബ്ബേ, ശിഫയാക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടുകൂടെ സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് സന്തോഷത്തോടെ നെറ്റിത്തടം ഉയർത്തി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മലക്കുകൾ ആശീർവദിച്ച് യാത്ര അയക്കുന്ന ഉത്തമ മുത്തഖീങ്ങളെ റൂഹുകളാക്കി ഞങ്ങൾ അർവാഹുകളെ മാറ്റണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ മന്നാനായ വഹാബായ ഖഹാറായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് ആളുകൾ മരിച്ച മണ്ണോട് ചേർന്നു. നിന്റെ അവധി എത്തിയ ഞങ്ങളും മണ്ണോട് ചേരുന്നതാണ്. അവർക്കും ഞങ്ങൾക്കും ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ അല്ലാ. ഖബർ അല്ലാഹുവേ നിന്റെ നൂറ് തജല്ല് കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അവര് ഞങ്ങൾ നാളെ നിന്റെ ദർബാറിൽ ഒരുമിച്ച് കൂടുമ്പോ അർശിന്റെ തണലല്ലാതെ തണലില്ലാത്ത ദിവസത്തില് അവർക്കും ഞങ്ങൾക്കും അർശിന്റെ തണൽ നൽകണേ അല്ലാ. അല്ലാഹുവേ നന്മയുടെ മീസാൻ ഭാരമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്ക് വലത് കയ്യിൽ കിതാബ് നൽകണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്തിൽ ഉളമയിൽ പെടുത്തണേ അല്ലാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കൊടുങ്കാറ്റ് വേഗതയിൽ സിറാത്ത് പാലം കടന്ന് ഹബീബിന്റെ മുഖത്തോട് മുഖം നോക്കി സാമീപ്യം ആസ്വദിച്ചുകൊണ്ട് സ്വർഗ്ഗം പുൽകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കടം കൊണ്ട് വലക്കല്ല അല്ലാ, കടം കൊണ്ട് വലക്കല്ല അല്ലാ, കടം കൊണ്ട് വലക്കല്ല അല്ലാ. അല്ലാഹുവേ, വീടിന് വേണ്ടി ദാഹിക്കുന്നവര്, കടം കൊണ്ട് വിഷമിക്കുന്നവര്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവര്, പെമ്മക്കളെ കെട്ടിക്കാനുള്ളവര്, അതുപോലെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന വിദേശത്തുള്ള സഹോദരങ്ങള്, അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. ഖൈറായ മഴ ഖൈറായ സമയത്ത് നിങ്ങൾക്ക് ഖൈറായ രൂപത്തിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, കുടിവെള്ളമില്ലാതെ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ എല്ലാവിധ ആഫത്ത്, മുസീബത്ത്, വിഷമങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാ, ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളെ മക്കളെ കണ്ണടച്ചവരായ രൂപത്തിൽ കാട്ടല്ല അല്ലാ, കാട്ടല്ല അല്ലാ. അല്ലാ, മരിക്കുന്നത് വരെ നിന്റെ ദീനിന് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സമ്പാദ്യം കൊണ്ട്, ശരീരം കൊണ്ട് ഖിദ്മത്തെടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരിക്കുന്നവരെ ദീനീ ദഅവത്തിന് വേണ്ടിയുള്ള കഴിവ് നൽകണേ അല്ലാ. അതിനുള്ള ഇൽമു നൽകണേ അല്ലാ, ത്വാഖത്ത് നൽകണേ അല്ലാ, അതിനുള്ള ഹുസ്നുൽ സൗത്ത് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാവരും നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ വേദികളിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ എന്നിൽ നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പോടെ എനിക്കും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടെ പ്രഭാഷണത്തിനിടയ്ക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞെങ്കിൽ പൊരുത്തപ്പെടുക എന്ന അപേക്ഷയോട് കൂടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.